الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഇന്നേ വരെ അറിഞ്ഞോ അറിയാതെയോ പലപ്പോഴായി സംഭവിച്ചു പോയിട്ടുള്ള മുഴുവൻ തിന്മകളും തെറ്റുകുറ്റങ്ങളും പടച്ചവനവൻ്റെ മഹ്ദ് ഫദ്ൽ കൊണ്ട് മാപ്പാക്കി തരുമാറാകട്ടെ. ഇനി അങ്ങോട്ട് ശേഷിക്കുന്ന ജീവിതം പരിപൂർണമായും പടച്ചവൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി കഴിച്ചുകൂട്ടാനുള്ള തൗഫീഖും അവൻ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൻ്റെ പേരിലുള്ള ഈ കൂടലും ഈ പറയലും കേൾക്കലും ഒക്കെ അല്ലാഹു സാലിഹായ അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ കാഫിറൂനാണ് ഓതി പൂർത്തിയാക്കിയത്. കഴിഞ്ഞ 2 ആഴ്ചകളിലായി സൂറത്തുൽ കാഫിറൂന്റെ ഏകദേശം വിശദീകരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമുക്ക് ഓതാനുള്ളത് പുതിയ ഒരു സൂറത്താണ്. സൂറത്തുൽ കാഫിറൂൻ കഴിഞ്ഞാൽ പിന്നെ വരുന്ന സൂറത്തിന്റെ പേരെന്താണ്? സൂറത്തുൽ നസ്ർ അല്ലേ? എല്ലാവർക്കും മനപ്പാടുള്ളതാണ്, എപ്പോഴും ഓതാറുള്ളതാണ്, നിസ്കാരത്തിലൊക്കെ പ്രത്യേകിച്ച് മഗ്രിബിൽ കേൾക്കാറുള്ളതാണ്. അതുകൊണ്ട് അറിയാത്ത സൂറത്തല്ല, എല്ലാവർക്കും നല്ലപോലെ അറിയുന്ന മനപ്പാടുള്ള സൂറത്താണ്. ആ സൂറത്ത് ഏകദേശം 3 ആയത്തുകളാണുള്ളത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി നമുക്ക് പറയാനുള്ളത്. സൂറത്ത് إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. സൂറത്തിന്റെ പേരെന്താണ്? നസ്ർ എന്നാണ്. മദീനയിൽ അവതരിച്ച സൂറത്താണ്. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ അവസാന കാലത്താണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്. ഏകദേശം നബി തങ്ങളുടെ 53 വയസ്സിന് ശേഷം നബി തങ്ങൾ മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് മദീനയിലേക്ക് എത്തിയതിനു ശേഷം മദീനയിൽ ഇറക്കപ്പെട്ട സൂറത്തുകൾക്കാണ് മദനിയ എന്ന് പറയുന്നത്. ഈ സൂറത്തുകളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും അവസാനം ഇറങ്ങിയ ഒരു പൂർണ്ണ സൂറത്തിന്റെ പേരാണ് സൂറത്തുൻ നസ്ർ.
ഈ സൂറത്തിന് വേറെയും ഒന്ന് രണ്ട് പേരുകളുണ്ട്. നമ്മളെപ്പോഴും കേട്ടതും നമുക്ക് മനപ്പാടുള്ളതൊക്കെ നസ്ർ എന്നാണ്. അല്ലെങ്കിൽ നമ്മൾ പറയാറുള്ളത് ഇദാ ജാ നസ്റുല്ലാ എന്ന് പറയും. അങ്ങനെയാണ് നമുക്കൊക്കെ പരിചയം. വേറൊരു പേരും കൂടിയുണ്ട്, സൂറത്തുൽ ഫത്ഹ് അല്ലേ. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് എന്ന് പറഞ്ഞു നിർത്തിയല്ലോ. ആ ഫത്ഹ് എന്ന വാക്ക് ഈ സൂറത്തിന്റെ പേരായിട്ട് പറയാറുണ്ട്. വേറെയും ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ ഫത്ഹ്, കേട്ടിട്ടില്ലേ? ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീന, ഇങ്ങനെ തുടങ്ങുന്ന ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ പേരും ഫത്ഹ് തന്നെയാണ്. ഇതിന്റെ രണ്ടാമത്തെ ഒരു പേരാണ് ഫത്ഹ്. പിന്നെ മൂന്നാമതൊരു പേരുണ്ട്, സൂറത്തു തൗദിയ എന്ന് പറയും. സൂറത്തു തൗദിയ, ഇത് തീരെ നമ്മൾ കേൾക്കാൻ സാധ്യതയില്ലാത്ത, അല്ലെങ്കിൽ ഈ സൂറത്തിലൊന്നും അങ്ങനത്തെ ഒരു വാക്ക് പ്രയോഗിച്ചിട്ടില്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. ഇങ്ങനെ 2-3 പേരുകളിലാണ് ഈ സൂറത്ത് അറിയപ്പെടുന്നത്. നസ്ർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നസ്ർ എന്ന് പറഞ്ഞാൽ സഹായം അല്ലേ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം എന്ന ഉദ്ദേശമാണ് നസ്ർ എന്ന വാക്കിനുള്ളത്. രണ്ടാമത്തെ വാക്ക് ഫത്ഹ് എന്നാണ്. ഫത്ഹ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിജയം, വിജയം. മൂന്നാമത്തേത് തൗദിയ എന്നാണ്. തൗദിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിദാ, കേട്ടില്ലേ? വിദാ എന്ന വാക്കിന് നമ്മൾ എന്താ അർത്ഥം വെക്കല്? വിടവാങ്ങൽ അല്ലേ. വിടവാങ്ങൽ എന്ന അർത്ഥം കൂടി, ആ നിലയിൽ അർത്ഥം വരുന്ന ഒരു വാക്കുകൂടി ഈ സൂറത്തിന്റെ പേരിലുണ്ട്. ഇതിന് വ്യത്യസ്തങ്ങളായ ആശയങ്ങളും ഉദ്ദേശങ്ങളും ഉള്ളതുകൊണ്ടാണ് ഈ സൂറത്തിന് പേരുകളും തന്നെ വ്യത്യസ്തങ്ങളായി ഉണ്ടായത്. അതിന്റെ കാരണങ്ങൾ നമുക്ക് പറയാം. പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും അവസാനം ഇറക്കപ്പെട്ട സൂറത്താണ് ഈ സൂറത്തുൽ നസ്ർ. ആയത്തല്ലോ, സൂറത്ത് പറഞ്ഞു. പരിപൂർണമായി ഇറക്കപ്പെട്ട സൂറത്തുകളുടെ കൂട്ടത്തിൽ അവസാനം ഇറങ്ങിയത് സൂറത്തുൽ നസ്റാണ്. ഈ സൂറത്ത് ഇറങ്ങിയതിനു ശേഷം ആയത്തുകൾ പലതും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ സൂറത്ത് മൊത്തത്തിൽ അവസാനമായി ഇറങ്ങിയത് സൂറത്തുൽ നസ്റാണ് എന്ന് ഹദീസിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഈ സൂറത്തിന് ഇങ്ങനെ വ്യത്യസ്തമായ പേരുകളുണ്ട്. ഈ പേരുകൾ ഉണ്ടാകാൻ അതിൻ്റെതായ കാരണങ്ങളും പശ്ചാത്തലങ്ങളും ഉണ്ട്. ഈ സൂറത്ത് ഇറങ്ങിയത് തന്നെ അത് എപ്പോഴാണ്, എവിടെയാണ് എന്ന കാര്യത്തിൽ മുഫസ്സിരീങ്ങൾക്കിടയിൽ, തഫ്സീറിന്റെ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ ഒരഭിപ്രായം മക്ക ഫത്ഹ് കഴിഞ്ഞതിന് ശേഷം, മക്കം ഫത്ഹ് കേട്ടിട്ടില്ലേ? ഹിജ്റ 8ാമത്തെ വലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് മക്കം ഫത്ഹ്. ആ മക്കം ഫത്ഹ് കഴിഞ്ഞ ഉടനെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഇറങ്ങിയതാണ് ഈ സൂറത്ത് എന്നൊരു അഭിപ്രായമുണ്ട്. രണ്ടാമത്തെ അഭിപ്രായം ബാദ ഹജ്ജത്തുൽ വദാ, മക്കം ഫത്ഹ് കഴിഞ്ഞു 8ാമത്തെ വർഷം, അത് കഴിഞ്ഞ് 9ാമത്തെ വർഷം കഴിഞ്ഞ് 10ാമത്തെ വർഷം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് സഹാബാക്കളെയും കൂട്ടിയിട്ട് അവസാനമായി ഒരു ഹജ്ജ് ചെയ്യാൻ വരുന്നുണ്ട്. അവസാനം എന്ന് പറഞ്ഞാൽ ആദ്യത്തേതും അവസാനത്തേതും നബി തങ്ങൾ ആകെ ഒരൊറ്റ ഹജ്ജേ ചെയ്തിട്ടുള്ളൂ. അത് ഹിജ്റ 10ാമത്തെ വർഷമാണ്. ഈ ഹജ്ജ് കഴിഞ്ഞ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചെത്തിയതിന് ശേഷമാണ് ഈ സൂറത്ത് ഇറങ്ങിയത് എന്ന് മറ്റൊരു അഭിപ്രായം. മൂന്നാമതൊരു അഭിപ്രായം, ഈ അവസാനത്തെ ഹജ്ജ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ, ഒരു ഹജ്ജിന്റെ അവസാനത്തെ ദിവസങ്ങളുണ്ട്, അയ്യാമു തശ്രീഖ് അല്ലേ, ദുൽഹജ്ജ് 11, 12, 13 ദിവസങ്ങൾ. ഈ ദിവസങ്ങൾ ഹജ്ജിന്റെ ഏറ്റവും ഒടുക്കത്തെ അവസാനത്തെ ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളുടെ കൂട്ടത്തിൽ 12ാമത്തെ ദിവസമാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഈ സൂറത്ത് ഇറങ്ങിയത് എന്ന് വേറെ ചില മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. ഈ സൂറത്ത് ഇറങ്ങിയതിനു ശേഷം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം 13ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അതിന്റെ പിറ്റേ ദിവസം നമ്മളൊക്കെ കേട്ട് പരിചയിച്ച, നമുക്കൊക്കെ അറിയാവുന്ന നബി തങ്ങളുടെ വിടവാങ്ങൽ പ്രസംഗം ഖുത്ബത്തുൽ വദാ, ഹജ്ജത്തുൽ വദാഇന്റെ ഏറ്റവും അവസാനത്തിൽ എല്ലാ സഹാബാക്കളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിടവാങ്ങൽ പ്രസംഗം നടത്തിയല്ലോ, അത് ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷമാണ് എന്ന് ഈ അഭിപ്രായം പറയുന്ന ഉലമാക്കള് പറയുന്നുണ്ട്. വേറെയും ചില അഭിപ്രായങ്ങളുണ്ട്. ഖൈബർ യുദ്ധം
എന്ന് പറഞ്ഞാൽ മദീനയുടെ പരിസരത്ത് നടന്ന ഒരു യുദ്ധമാണ് ഖൈബർ. യഹൂദന്മാർക്കെതിരെ ജൂതന്മാർക്കെതിരെ നടന്ന യുദ്ധം. ആ യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സൂറത്ത് ഇറങ്ങിയത് എന്നൊക്കെ അഭിപ്രായം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട് ഈ സൂറത്ത് എപ്പോഴാണ് എവിടെയാണ് ഇറങ്ങിയത് എന്ന കാര്യത്തിൽ. മൊത്തത്തിൽ നമുക്ക് പറയാം മദീനയിലാണ് ഈ സൂറത്ത് ഇറങ്ങിയത്. അപ്പൊ ഇതിന്റെ ആയത്തിന്റെ അർത്ഥം നമുക്കൊന്ന് ആദ്യം പറയാം. ഒന്നാമത്തെ ആയത്ത് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. എന്താർത്ഥം? ഇദാ ജാഅ നസ്റുല്ലാഹി, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം വന്നെത്തിയാൽ, വൽ ഫത്ഹ്, വിജയവും വന്നെത്തിയാൽ. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായവും വിജയവും വന്നെത്തിയാൽ വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, ജനങ്ങളെ ഒന്നടങ്കം കൂട്ടം കൂട്ടമായി അല്ലാഹുവിന്റെ ദീനിലേക്ക്, ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്ന ആ കാഴ്ച താങ്കൾ കാണുകയും ചെയ്താൽ. മനസ്സിലായോ? അല്ലാഹുവിന്റെ സഹായവും അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വിജയവും വന്നെത്തിയാൽ, അതുപോലെ ജനങ്ങളൊക്കെ കൂട്ടം കൂട്ടമായി അല്ലാഹുവിന്റെ ദീനിലേക്ക് പ്രവേശിക്കുന്ന ആ അതിസുന്ദരമായ കാഴ്ച താങ്കൾ കാണുകയും ചെയ്താൽ. ഇതാരോടാ പറയുന്നത്? താങ്കൾ എന്ന് പറയുമ്പോൾ ആരാണ്? നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബിതങ്ങളോടാണ് അല്ലാഹു പറയുന്നത്. അങ്ങനെ ഒരു കാഴ്ച താങ്കൾ കാണുകയും ചെയ്താൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബാ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, താങ്കളുടെ റബ്ബിനെ സ്തുതിക്കുന്നതോടൊപ്പം താങ്കൾ പ്രകീർത്തിക്കണം, താങ്കളുടെ റബ്ബിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കണം. വസ്തഗ്ഫിർ, ആ അല്ലാഹുവിനോട് പാപമോചനത്തെ തേടുകയും ചെയ്യണം. ഇന്നഹു കാന തവ്വാബ, തീർച്ചയായും അല്ലാഹു പശ്ചാത്തപിക്കുന്നവരുടെ പശ്ചാത്താപത്തെ അങ്ങേയറ്റം സ്വീകരിക്കുന്നവനാണ്. ഇതാണ് ഈ 3 ആയത്തുകളുടെ ബാഹ്യമായ വാക്കർത്ഥം. മനസ്സിലായോ? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായവും വിജയവും വന്നെത്തിയാൽ. വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, മനുഷ്യർ ഒന്നടങ്കം, ജനങ്ങൾ കൂട്ടം കൂട്ടമായി അല്ലാഹുവിന്റെ ദീനിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ച താങ്കൾ കാണുകയും ചെയ്താൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, താങ്കൾ റബ്ബിനെ സ്തുതിക്കണം, പ്രകീർത്തിക്കണം. വസ്തഗ്ഫിർ, ആ അല്ലാഹുവിലേക്ക് പാപമോചനം തേടി പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യണം. ഇന്നഹു കാന തവ്വാബ, തീർച്ചയായും അല്ലാഹു പശ്ചാത്തപിക്കുന്ന അടിമകളുടെ പശ്ചാത്താപത്തെ വളരെയധികം അങ്ങേയറ്റം എല്ലാ നിലയിലും സ്വീകരിക്കുന്നവനാണ്. ഇനി ഇതിന്റെ വിശദീകരണത്തിലേക്ക് കടന്നാൽ, ഒരുപക്ഷെ ഭാഗ്യമായി ഇതിന്റെ അർത്ഥം പറയുമ്പോൾ ഇതിന്റെ ശരിയായ ഉദ്ദേശം നമുക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അള്ളാഹു ഈ സൂറത്ത് ഇറക്കിയതിന്റെ പിന്നിൽ വലിയൊരു ഉദ്ദേശമുണ്ട്, വലിയൊരു ലക്ഷ്യമുണ്ട്. ഇത് ഇറക്കപ്പെട്ട സമയത്ത് സഹാബാക്കളിൽ പലർക്കും മനസ്സിലായിട്ടില്ല. സഹാബാക്കൾക്ക് തന്നെ മനസ്സിലാകാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. സാധാരണ സഹാബാക്കൾക്കൊക്കെ ഒരു ആയത്തിറങ്ങിയാൽ അതിന് ഉദ്ദേശം എന്താണ്, ഒരു സൂറത്ത് ഇറങ്ങിയാൽ എന്തുദ്ദേശത്തിലാണ്, എന്ത് ലക്ഷ്യത്തിലാണ് ഈ സൂറത്ത് അള്ളാഹു ഇറക്കിയത് എന്നൊക്കെ പെട്ടെന്ന് പിടുത്തം കിട്ടുമായിരുന്നു. പക്ഷേ ഈ സൂറത്ത് വളരെ ലളിതമാണ്. എത്ര ആയത്തുള്ളൂ? 3 ആയത്തുള്ളൂ. നമ്മൾ പോലെ സഹാബാക്കളും അന്ന് കേട്ട് ശീലിച്ച് പഠിച്ച് മനപ്പാടാക്കിയ, അല്ലെങ്കിൽ മനപ്പാടാക്കാൻ കഴിയുന്ന ഒരു സൂറത്താണ്. പക്ഷെ അവരിൽ പലർക്കും, ഭൂരിപക്ഷം വരുന്ന ആളുകൾക്കും ഈ സൂറത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്നറിയാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഭരണകാലത്ത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലത്ത് അദ്ദേഹം ചെയ്യുന്ന ഒരു പതിവ് നമുക്ക് കിതാബുകളിൽ, തഫ്സീറിന്റെ കിതാബുകളിൽ കാണാൻ കഴിയും. ബദറിൽ പങ്കെടുത്ത സഹാബാക്കളെ അദ്ദേഹം പ്രത്യേകം ആദരിച്ച് അവർക്ക് വേണ്ടി സദസ്സുകൾ സംഘടിപ്പിക്കാറുണ്ട്. ബദർ പങ്കെടുത്തവർ എത്ര ആളാ? എണ്ണത്ര? 313 നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലം കഴിഞ്ഞു, പിന്നെയാണ് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടം വരുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ബദറിൽ പങ്കെടുത്ത സഹാബാക്കൾക്ക് അവരോടുള്ള ആദരവും അവരോടുള്ള ബഹുമാനവും നിലനിർത്തണം എന്നുള്ള ഉദ്ദേശത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സാധാരണ അവർക്ക് വേണ്ടി സദസ്സ് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടും, സംഘടിപ്പിക്കാറുണ്ട്. അതിൽ എണ്ണം കുറവാണ്. 313
ആ ബദറിൽ തന്നെ ഷഹീദായ സഹാബാക്കളുണ്ട്. അതല്ലെങ്കിൽ അതിനുശേഷം നബിതങ്ങളുടെ കാലത്തോ അല്ലെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തോ മരണപ്പെട്ട വഫാത്തായി പോയ സഹാബാക്കളുണ്ട്. അപ്പൊ എണ്ണത്തിൽ കുറവാണ്. എങ്കിലും ഇങ്ങനെ അവർക്ക് വേണ്ടി പ്രത്യേകം സൽക്കാരം പോലെ അവർക്ക് വേണ്ടി സദസ്സുകൾ കൂട്ടും. പക്ഷെ ആ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പതിവ്, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം ആ കൂട്ടത്തിലേക്ക് പ്രത്യേകം ക്ഷണിക്കുമായിരുന്നു. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് എന്ന് പറഞ്ഞാൽ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അബ്ദുള്ള. അദ്ദേഹം ബദറിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. ബദർ യുദ്ധം നടക്കുമ്പോൾ വളരെ ചെറിയ പ്രായമാണ് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്. എന്നാൽ ഒരു യുദ്ധത്തിന് പോകാനുള്ള വളർച്ചയോ പ്രായമോ ഒന്നും എത്തിയിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സദസ്സ് സംഘടിപ്പിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാണ്? ബദറിൽ പങ്കെടുത്ത സഹാബാക്കൾക്ക് വേണ്ടിയിട്ടാണ്. ആകെ പുറത്തുനിന്ന് ബദറിൽ പങ്കെടുത്ത ഒരാളുണ്ടെങ്കിൽ അതാരേ ഉള്ളൂ? അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. മാത്രമല്ല, ഈ ബദറിൽ പങ്കെടുത്ത സഹാബാക്കളുടെ പ്രായവും പക്വതയും അവരുടെ അനുഭവ സമ്പത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഇരുത്താൻ പറ്റിയ ഒരാളല്ല ആര്? അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അന്ന് അദ്ദേഹത്തിന് കേവലം 20 വയസ്സുള്ളൂ എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. അപ്പോ സ്വാഭാവികമായിട്ടും കാരണവന്മാരായ മഹാന്മാരായ സഹാബാക്കളിൽ പലർക്കും എന്തോ ഒരു അനൗചിത്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ കൂട്ടത്തിൽ ഇത്ര ചെറുപ്പക്കാരനായ ഒരു സഹാബിനെ പ്രത്യേകം വിളിച്ചിരുത്തേണ്ടല്ല ആവശ്യമുണ്ടോ? ഇതിപ്പോ നമുക്ക് മാത്രമുള്ള പ്രത്യേക സദസ്സല്ലേ? അപ്പൊ അതിന്റെ കൂട്ടത്തിലേക്ക് ഇത്ര ചെറുപ്പത്തിലുള്ള ഒരു യുവ സഹാബിയെ വിളിച്ച് ഇങ്ങനെ പ്രത്യേകം ആദരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്തിനാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചെയ്യണത് എന്ന നിലയിൽ അവർക്കിടയിൽ ഒരു ചർച്ച വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം ഉണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടു. അദ്ദേഹത്തിന് സംഗതി മനസ്സിലായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ സഹാബിയെ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ എന്തിനാണ് സദസ്സിലേക്ക് വിളിച്ചിരുത്തി പ്രത്യേകം ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത് എന്നതിന്റെ ഉദ്ദേശം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഒരു ദിവസം ഇങ്ങനെ സദസ്സ് സംഘടിപ്പിച്ചപ്പോൾ അദ്ദേഹം പ്രത്യേകം എന്നും ക്ഷണിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒന്നുകൂടി ബഹുമാനത്തോടുകൂടി അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിച്ചു. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉമർ റളിയല്ലാഹു അൻഹു ആ ക്ഷണം കേട്ടപ്പോൾ തന്നെ എനിക്ക് സംഗതി മനസ്സിലായി, എന്തോ ആ സദസ്സിൽ എന്നെ പറ്റി ചർച്ച നടന്നിട്ട്, അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ പ്രത്യേകം ക്ഷണിക്കുന്നത്. അദ്ദേഹം പോയി ആ സദസ്സിൽ പങ്കെടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സദസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടക്ക് സൂറത്ത് നസ്ർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഓതിയ സൂറത്തുണ്ടല്ലോ, നീട്ടി ഓതി. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ത്. സഹാബാക്കൾക്ക് അർത്ഥം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ബദറിൽ പങ്കെടുത്ത മഹാന്മാരായ സഹാബാക്കളാണ്, അവർക്ക് അർത്ഥം മനസ്സിലാവും. വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ. മൂന്നാമത് ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ ഇന്നഹു കാന തവ്വാബാ. മൂന്നായത്ത് ഓതിനു ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ ഇരിക്കുന്ന ആ ബദറിൽ പങ്കെടുത്ത മഹാന്മാരായ സഹാബാക്കളിൽ ഓരോരുത്തരോടും ആ സൂറത്തിന്റെ യഥാർത്ഥ ഉദ്ദേശത്തെപ്പറ്റി, എന്തിനാണ് അള്ളാഹു ഈ 3 ആയത്തുകൾ ഇറക്കിയത്, ആ ഇറക്കിയതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ് എന്ന് പറഞ്ഞു തരാമോ എന്ന് ഓരോരുത്തരോടും ചോദിച്ചു. പലരും പല അഭിപ്രായക്കാരായി. ഓരോരുത്തരും ബാഹ്യമായ നിലയിൽ മനസ്സിലാക്കിയതിനനുസരിച്ച് അതിന്റെ ഉദ്ദേശം വിശദീകരിച്ചു. ചില ആൾക്കാർ പറഞ്ഞു, ചില സഹാബാക്കൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ സഹായവും ഇസ്ലാമിന്റെ വിജയമൊക്കെ വരാനിരിക്കുന്നുണ്ട് എന്ന സന്തോഷവാർത്ത അറിയിക്കാനാണ് അള്ളാഹു ഈ സൂറത്ത് ഇറക്കിയത്. അങ്ങനെ തന്നെയല്ല നമുക്ക് മനസ്സിലാവുക. ആദ്യത്തെ ആയത്ത് ഇറങ്ങുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഓതുമ്പോൾ തന്നെ അങ്ങനെയാണ് നമുക്ക് മനസ്സിൽ വരിക. ചില സഹാബാക്കൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് എന്തനുഗ്രഹം കിട്ടിയാലും, അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഏത് നിലയിൽ സഹായം കിട്ടിയാലും അതിന്റെ പ്രത്യുപകാരം എന്ന നിലയിൽ അള്ളാഹുവിന് നന്ദി കാണിക്കണം, അള്ളാഹുവിനെ സ്തുതിക്കണം, അള്ളാഹുവിനെ പ്രകീർത്തിക്കണം, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം. ഇതൊക്കെയാണ് ഈ സൂറത്തിന്റെ ഉദ്ദേശം എന്ന് വേറെ ചില സഹാബാക്കൾ പറഞ്ഞു. ഏകദേശം എല്ലാ സഹാബാക്കളും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു. അവസാനം അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ നേരെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു, അല്ലയോ അബ്ദുള്ള, ഈ സൂറത്തിനെ പറ്റി എന്താ നിങ്ങളുടെ അഭിപ്രായം? ഈ സൂറത്ത് ഇറക്കിയതിന്റെ പിന്നിലുള്ള യഥാർത്ഥ ഉദ്ദേശം എന്താണ്? അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ പറഞ്ഞ സഹാബാക്കളൊന്നും ഈ സൂറത്തിന്റെ യഥാർത്ഥമായ ഉദ്ദേശത്തെ മനസ്സിലാക്കാൻ കഴിയാത്തവരാണ്.
ഈ സൂറത്ത് അല്ലാഹു ഇറക്കിയത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തങ്ങളുടെ വഫാത്തിനെ പ്രതീക്ഷിച്ചിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഉണർത്തലാണ്. ഒരിക്കൽ പോലും അല്ലെങ്കിൽ ഒരു നിലയിലും ഈ സൂറത്തിൽ നബി തങ്ങളുടെ വഫാത്തിനെ പറ്റി ചർച്ചയില്ല, അല്ലെങ്കിൽ ആ നിലയിൽ ഒരുങ്ങണം എന്ന നിലയിലുള്ള സൂചനകളില്ല, കൽപ്പനകളില്ല. പക്ഷെ അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുബാറക്കായ ജീവിതം അത് അവസാനിക്കാറായിട്ടുണ്ട്, തങ്ങളുടെ വഫാത്തിന്റെ സമയം അടുത്തിരിക്കുന്നു എന്ന് അല്ലാഹു പ്രത്യേകമായ നിലയിൽ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് സൂചന കൊടുക്കുകയാണ്. സഹാബാക്കളൊക്കെ ഇത് കേട്ടിങ്ങനെ അന്തം വിട്ടു, അത്ഭുതം കൂറി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതാ അബ്ദുള്ള പറഞ്ഞതാണ് ഈ സൂറത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം. സഹാബാക്കൾക്കൊക്കെ മനസ്സിലായി എന്തുകൊണ്ടാണ് ഇത്ര ചെറുപ്പക്കാരനായ ഈ സഹാബിയെ ഇങ്ങനെ ആദരിച്ചും ബഹുമാനിച്ചും ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു വലിയ ആളായിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത്രയും കാലം കൊണ്ടു നടന്നിരുന്നത് എന്ന് അവർക്ക് ശരിയായ നിലയിൽ മനസ്സിലാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് ഇറക്കിയതിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലത്തെ ത്യാഗവും വേദനയും ആ നിലയിലുള്ള പീഡനങ്ങളും സങ്കടങ്ങളും ഒക്കെ തീർന്നു. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വിജയത്തിന്റെ സഹായത്തിന്റെ വാഗ്ദാനം വന്നെത്തി. അതുകൊണ്ട് നബിയെ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തീർന്നിട്ടോ എന്നാണ്. നിങ്ങളുടെ ജീവിതം കഴിയാറായി, അവസാനിക്കാറായി. ഇനി റബ്ബിലേക്ക് അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി ജീവിതത്തെ തിരിച്ചുവിടിൻ, എന്നിലേക്കടുക്കിൻ. ഇനി എന്നിലേക്കുള്ള തിരിച്ചുവരവിന്റെ സമയമായിട്ടുണ്ട് കേട്ടോ എന്നാണ് അള്ളാഹു ഈ സൂറത്തിലൂടെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മളൊന്നും ഈ നിലയിൽ ഈ സൂറത്തിനെ ഒരു പക്ഷേ ചിന്തിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ സൂറത്തിന്റെ ആശയം അല്ലെങ്കിൽ ഉദ്ദേശം ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. സഹാബാക്കൾക്ക് തന്നെ മനസ്സിലാകാത്ത അവസ്ഥകളുണ്ടായിരുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് ഇറങ്ങിയപ്പോ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് അവരുടെ ചെവിയിൽ 1-2 സ്വകാര്യങ്ങൾ അവരുടെ ചെവിയിൽ മന്ത്രിച്ചു. ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വിളിച്ച് മകളോട് സ്വകാര്യം പറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞു. സ്വകാര്യം കേട്ടിട്ട് പൊട്ടിക്കരഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ നബി തങ്ങൾ വീണ്ടും സ്വകാര്യം പറഞ്ഞു. ആ സ്വകാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ വല്ലാതെ പുഞ്ചിരിച്ചു. സഹാബാക്കൾക്കൊന്നും സംഗതി മനസ്സിലായില്ല. ആദ്യം പൊട്ടിക്കരഞ്ഞു, രണ്ടാമത് സ്വകാര്യം പറഞ്ഞപ്പോ പുഞ്ചിരിച്ചു. ഇത് കഴിഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് സഹാബാക്കള് നബി തങ്ങൾ പറഞ്ഞ രഹസ്യത്തെപ്പറ്റി, നബി തങ്ങൾ പറഞ്ഞ ആ കാര്യത്തെപ്പറ്റി ചോദിച്ചപ്പോ അവരിങ്ങനെ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട വാപ്പ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് എനിക്ക് ഓതി തന്നിട്ട്, എന്നെ ഓതിക്കൽപ്പിച്ചിട്ട് എന്നോട് ആദ്യം പറഞ്ഞ സ്വകാര്യം രഹസ്യം, മോളെ എന്റെ വഫാത്തിന്റെ സമയം അടുത്തിട്ടുണ്ട് കേട്ടോ എന്നാണ്. എന്റെ വാപ്പയുടെ വഫാത്തിന്റെ വർത്തമാനം കേട്ടപ്പോ അത് താങ്ങാൻ കഴിയാത്തൊരവസ്ഥ വന്നപ്പോ ഞാൻ പൊട്ടിക്കരഞ്ഞതാണ്, സങ്കടം കൊണ്ട് ഞാൻ കരഞ്ഞു പോയതാണ്. അതിനുശേഷം ഞാൻ ചിരിച്ചു. എന്തിനാ ഞാൻ ചിരിച്ചത്? രണ്ടാമത് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വീണ്ടും തങ്ങളുടെ ചുണ്ടിനോട് അടുപ്പിച്ച് എന്റെ കാതിൽ മന്ത്രിച്ചു, മോളെ ഞാൻ വഫാത്തായി കഴിഞ്ഞാൽ, ഞാൻ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ, പിന്നെ എന്നിലേക്ക് എന്ന് പറഞ്ഞാൽ ആഖിറത്തിലേക്ക് ആദ്യമായി എന്നിലേക്ക് വന്നു ചേരുന്നത് എന്റെ കുടുംബത്തിൽ നിന്ന് നീയായിരിക്കും എന്ന് പറഞ്ഞാൽ എന്തായതിനർത്ഥം? എനിക്ക് ശേഷം കൂടുതൽ കാലമൊന്നും നീയും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കൂല. എന്നിലേക്ക് എന്റെ കുടുംബത്തിൽ നിന്ന്, ഞാനുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് ആദ്യമായി എന്നെ കണ്ടുമുട്ടാൻ ഭാഗ്യം കിട്ടുന്നത് ആർക്കാണ്? നിനക്കാണ് എന്ന് പറഞ്ഞപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹ സന്തോഷം കൊണ്ട് പുഞ്ചിരിച്ചു. ശരിക്ക് മരണത്തെക്കുറിച്ചിട്ടാ പറയുന്നത്. നമ്മളോട് നമ്മുടെ മരണത്തെക്കുറിച്ചിട്ട് അത് ഇന്ന ദിവസം ഉറപ്പായും സംഭവിക്കട്ടോ അല്ലെങ്കിൽ അത് ഉടനുണ്ടാവട്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിരിക്കുമോ? നമുക്ക് ചിരിക്കാൻ കഴിയുമോ? എന്തുകൊണ്ടാണ് കഴിയാത്തത്? നമ്മൾ ആഖിറത്തെ പ്രതീക്ഷിക്കുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ ആഖിറത്തിലേക്ക് ഒരുങ്ങുന്ന കാര്യത്തിൽ നമ്മൾ ഒരുപാട് പിന്നിലാണ്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ബേജാറാണ്. എന്നാൽ ഫാത്തിമ റളിയല്ലാഹു അൻഹ മരണത്തിന്റെ ആ വാർത്ത കേട്ടിട്ട്, അല്ലെങ്കിൽ ഉടനെ മരിക്കും എന്ന നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് കേട്ടിട്ട് പുഞ്ചിരിക്കുന്ന ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ സൂറത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? നബി തങ്ങളുടെ വഫാത്തിനെ പറ്റിയിട്ടുള്ള സൂചനയാണ്. വഫാത്തിന് വേണ്ടിയുള്ള ഒരുങ്ങാനുള്ള
കൽപ്പനയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സംബന്ധിച്ച് ചരിത്രത്തിൽ കാണാൻ കഴിയും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് ഇറങ്ങിയതിനു ശേഷം ഉച്ചത്തിൽ സഹാബാക്കളൊക്കെ കേൾക്കെ ഈ സൂറത്ത് ഇങ്ങനെ നീട്ടി ഓതി അബൂബക്കർ റളിയല്ലാഹു അൻഹു വാവിട്ട് കരഞ്ഞു. കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഓരോന്നും കേട്ടപ്പോൾ തന്നെ സംഗതി മനസ്സിലായി. എന്റെ പ്രിയപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുനിയാവിൽ നബി തങ്ങൾക്ക് അനുവദിക്കപ്പെട്ട ജീവിതത്തിന്റെ ആ ആയുസിന്റെ അളവ് തീരാറായിട്ടുണ്ട്, നബി തങ്ങളുടെ വഫാത്തിന്റെ സമയം അടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം പൊട്ടിക്കരഞ്ഞിരുന്നു എന്ന് ചരിത്രത്തിന്റെ കിതാബുകളിൽ അല്ലെങ്കിൽ തഫ്സീറിന്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിനെ പറ്റിയിട്ടുള്ള വ്യക്തമായ സൂചനയാണ് ഈ സൂറത്തിലുള്ളത്. വേറെയും ചില സൂചനകൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നാവിലൂടെ തന്നെ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഹജ്ജത്തുൽ വദാഇന്റെ സമയം ഹിജ്റ 10ാമത്തെ വർഷമാണ് ഹജ്ജത്തുൽ വദാ നടക്കുന്നത്. വിടവാങ്ങൽ ഹജ്ജാണ്. ആ ഹജ്ജ് നടക്കുന്ന സമയത്ത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി ഖുതുബ നടത്തി സഹാബാക്കൾക്ക് ഉപദേശം നൽകുന്ന കൂട്ടത്തിൽ പറഞ്ഞ ഒരു വാക്ക് നമുക്കിങ്ങനെ കാണാൻ കഴിയും. സഹാബാക്കളെ, ഇന്നത്തെ വർഷം കഴിഞ്ഞാൽ, ഇന്നത്തെ ഈ ഹജ്ജിന്റെ സമയം കഴിഞ്ഞാൽ ഒരു പക്ഷേ അടുത്ത വർഷം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാനും നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കാനും നേർക്കുനേരെ കാണാനും ഈ ദുനിയാവിൽ ഞാൻ ബാക്കി ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് തങ്ങളുടെ വഫാത്തിന്റെ ഒരു സൂചനയാണ്. അന്നത്തെ ദിവസം തന്നെ പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തിറങ്ങി, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ചരിത്രത്തിൽ കാണാൻ കഴിയും ഈ സൂറത്ത് നസ്ർ ഇറങ്ങിയതിന് ശേഷമാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. ഈ ആയത്ത് സൂറത്തുൽ മാഇദയിൽ കാണാം. അല്ലാഹു പറയാൻ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. اليوم أكملت لكم دينكم. ഇന്നത്തെ ദിവസത്തോടുകൂടി നിങ്ങളുടെ ദീനിനെ ഞാനിതാ പൂർത്തിയാക്കി തന്നിരിക്കുന്നു കേട്ടോ. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വർഷിച്ചു തന്ന ഈ അനുഗ്രഹം, ദീനാകുന്ന ഇസ്ലാമാകുന്ന നിഅമത്ത്, അത് ഇന്നത്തോടുകൂടി അതിന്റെ പൂർത്തീകരണം അത് സംഭവിച്ചു കഴിഞ്ഞു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇനി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെടുന്ന ഒരു ദീനുണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു ആയത്തിറക്കി. ഈ ആയത്തിറങ്ങിയ ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പൊട്ടിക്കരഞ്ഞു. സഹാബാക്കൾ ചോദിച്ചു, അല്ലയോ അബൂബക്കർ റളിയല്ലാഹു അൻഹു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കരയുന്നത്? ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ഒരു സന്തോഷ വാർത്തയല്ലേ എന്ന് പറഞ്ഞാൽ ദീൻ പൂർത്തിയാവുകയാണ്. അള്ളാഹു നിഅമത്ത് പൂർത്തിയാക്കി തന്നിരിക്കുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന ദീൻ അത് ഇസ്ലാമാണെന്ന് അള്ളാഹു പ്രഖ്യാപിക്കാണ്. എന്തുകൊണ്ടും സന്തോഷിക്കേണ്ട അല്ലെങ്കിൽ ആനന്ദിക്കേണ്ട ആ നിലയിൽ സൂചനകളുള്ള ഒരു ആയത്താണല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ കരയുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഹാബാക്കളെ, നിങ്ങൾ പറയുന്നത് പോലെ അല്ല കാര്യം. ദീൻ പൂർത്തിയായി എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആയുസ്സിന്റെ കൂടി പൂർത്തീകരണമാണ്. നബി തങ്ങളുടെ വഫാത്തിന്റെ സമയം കൂടി അടുത്തിട്ടുണ്ട് എന്നാണ് ഈ സൂറത്തിന്റെ മറ്റൊരു ഉദ്ദേശം എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹാബാക്കൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നബി തങ്ങളുടെ വഫാത്ത് ഈ സൂറത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ്. അത് നമുക്ക് പറയണം. അതിന് മുമ്പായിട്ട് ഈ സൂറത്തിന്റെ ആദ്യത്തെ ആയത്തിൽ അള്ളാഹു പറയുന്ന, ഒന്നാമത്തെയും രണ്ടാമത്തെയും ആയത്തുകളിൽ അള്ളാഹു പറയുന്ന ചില കാര്യങ്ങൾ, അതിനെ സംബന്ധിച്ചിട്ട് നമ്മൾ അറിയണം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായവും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വിജയവും വന്നാൽ എന്ന് അള്ളാഹു ആദ്യത്തെ ആയത്തിൽ പറഞ്ഞു. അള്ളാഹുവിന്റെ സഹായം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വിജയം, എന്താണ് അതിന്റെ ഉദ്ദേശം? അതിനെ സംബന്ധിച്ച് മുഫസ്സിരീങ്ങൾ കൃത്യമായി എഴുതി വെക്കുന്നുണ്ട്. അവര് പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വിജയം അല്ലെങ്കിൽ സഹായം എന്നതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത് മക്കം ഫത്ഹാണ്. മക്കം ഫത്ഹ്, അതായത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയി 8ാമത്തെ വർഷം 10,000 സഹാബാക്കളെയും കൊണ്ട് തിരിച്ചു മക്കയിലേക്ക് വരികയും ആ മക്ക ഒന്നടങ്കം ഇസ്ലാമിന് കീഴടങ്ങുകയും ചെയ്ത ഒരു പ്രധാനപ്പെട്ട ചരിത്രം,
ആ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ പറഞ്ഞത്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വിജയം താങ്കൾക്ക് വന്നാൽ, സഹായം വന്നെത്തിയാൽ. അതിനുശേഷം എന്താ പറഞ്ഞത്? ജനങ്ങളൊക്കെ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് പ്രവേശിക്കുന്ന അസുന്ദരമായ കാഴ്ച താങ്കൾ കാണുകയും ചെയ്താൽ. ഈ രണ്ട് ആയത്തുകളുടെയും പ്രധാനപ്പെട്ട ഉദ്ദേശം മക്കം ഫത്ഹിലൂടെ അള്ളാഹു ഇസ്ലാമിന് നൽകിയ വിജയത്തെ സംബന്ധിച്ചുള്ള സൂചനകളാണ്. മക്കം ഫത്ഹ് ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു വലിയ ഏടാണ്, വലിയൊരു ചരിത്ര സംഭവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും മക്കയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ നുബുവത്തിന്റെ 13ാമത്തെ വർഷം. നുബുവത്തിന്റെ 13ാമത്തെ വർഷം എന്നൊക്കെ പറയുമ്പോൾ നബി തങ്ങൾക്ക് എത്ര വയസ്സുണ്ടാവും? നിങ്ങൾ പറയും. 53 അല്ലെ? 40ലാണ് നുബുവത്ത് കിട്ടുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് 13 വർഷം മക്കയിൽ ജീവിച്ചു അല്ലെ? 53ാമത്തെ വയസ്സിലാണ് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. അന്ന് മക്കയിൽ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങളായി ജീവിച്ച മുഴുവൻ സഹാബാക്കളും പോയിട്ടുണ്ട്. ആ സഹാബാക്കളെ നമ്മൾ മുഹാജിറുകൾ എന്നാണ് പറയാറുള്ളത്. ത്യാഗത്തോടുകൂടിയുള്ള ഏറ്റവും വലിയ വേദന നിറഞ്ഞ ഒരു യാത്ര, ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഏറ്റവും സങ്കടം നിറഞ്ഞ ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഹിജ്റ. ഒരിക്കലും സഹാബാക്കൾ മദീനയിലേക്ക് ടൂറ് പോയതല്ല, കറങ്ങാൻ പോയതല്ല, അല്ലെങ്കിൽ നാട് കാണാനും നാടിന്റെ ഊഷ്മളമായ അനുഭവങ്ങൾ കിട്ടാനുള്ള അല്ലെങ്കിൽ ആ ഒരു ത്വര കൊണ്ട്, ആ ആഗ്രഹം കൊണ്ട് അവര് കറങ്ങിപ്പോയതല്ല. യഥാർത്ഥത്തിൽ ചരിത്രം പരിശോധിച്ചാൽ മക്കയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ടതാണ്. മക്കയിൽ നിന്ന് ആട്ടിപ്പുറത്താക്കപ്പെട്ടതാണ്. എവിടേക്കാണ് അവർ പോകുന്നത്? മദീനയിലേക്കാണ്. നമ്മൾ മുമ്പ് പുറം ക്ലാസ്സിൽ ഈ വിഷയം പറഞ്ഞിരുന്നു എന്നാണ് എന്റെ ഓർമ്മ അല്ലെ? മദീനക്ക് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും അവിടെ എത്തുന്നതിന്റെ മുമ്പ് അതുവരെ മദീനക്ക് പറയപ്പെട്ടിരുന്ന ഒരു പേരുണ്ട്. എന്താ പേര്? യസ്രിബ് എന്നാണ്. ചരിത്രത്തിൽ കാണാൻ കഴിയും. യസ്രിബ് എന്നാണ്. നബി തങ്ങൾ അങ്ങോട്ട് എത്തിയതിനു ശേഷമാണ് യസ്രിബ് മദീനയായത്. അതുകൊണ്ട് യസ്രിബ് എന്ന നാടിന് അന്നത്തെ കാലത്തൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. രോഗങ്ങളുടെ നാട് എന്നാ പറയുക. എന്ത്? രോഗങ്ങളുടെ നാട് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ക്ലൈമറ്റാണ്, വല്ലാത്തൊരു അന്തരീക്ഷമാണ്. പുറം നാട്ടുകാരായ ആരും ആ സ്ഥലത്തെത്തിയാൽ അല്ലെങ്കിൽ ആ മദീനയുടെ പ്രദേശത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു തരം അലർജി, അസുഖം, പനി ഇതൊക്കെ പിടിപെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മദീനയിലേക്ക് പോകാൻ ആരും അല്ലാതെ ഇഷ്ടപ്പെടാത്ത കാലമായിരുന്നു മദീനയിലേക്ക്. അതുകൊണ്ട് ടൂറ് പോകാനും നാട് കാണാനും ആണെങ്കിൽ ഒരിക്കലും സഹാബാക്കൾ മദീന തെരഞ്ഞെടുക്കൂലായിരുന്നു. അതിനേക്കാൾ നല്ല നാടുകൾ അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് യമനൊക്കെ അന്നിങ്ങനെ സുഭിക്ഷമായി നിൽക്കുന്ന കാലമാണ്. പക്ഷേ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും പോകുന്നത് എവിടേക്കാണ്? മദീനയിലേക്കാണ്. ത്യാഗത്തിന്റെ പോക്കാണ്. അള്ളാഹുവിന്റെ പ്രത്യേകമായ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് മദീന തെരഞ്ഞെടുത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്ക വിട്ട് മദീനയിലേക്ക് പോകുമ്പോൾ തങ്ങൾക്ക് ആ മക്കയോടുള്ള അടങ്ങാത്ത സ്നേഹവും ആ വിട്ടുപോകുന്നതിന്റെ സങ്കടവും പിടിച്ചു വെക്കാൻ കഴിയാതെ മക്കയുടെ അതിർത്തി പ്രദേശത്ത് എത്തിയതിനു ശേഷം തങ്ങളുടെ മുഖത്തെ മക്കയുടെ നേർക്കുനേരെ തിരിച്ചുകൊണ്ട് നബി തങ്ങൾ പറയുന്ന ചില വാക്കുകൾ, സങ്കടത്തിന്റെ വാക്കുകൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലയോ മക്ക, ഇന്നക ലഖൈറു അർദില്ലാഹ്, നീ എത്ര പരിശുദ്ധമായ പവിത്രമായ ഭൂമിയാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട, അള്ളാഹുവിന് പ്രിയങ്കരമായ ഭൂമികളുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യത്തെ സ്ഥാനം ഞാൻ പറയുന്നത് നിനക്കാണ്. മക്കേ, നിന്റെ മണ്ണിൽ ജീവിക്കാനും നിന്റെ ഗന്ധം ആസ്വദിക്കാനൊക്കെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. നിന്റെ ക്രൂരന്മാരായ ഈ ഖുറൈശി പ്രമാണിമാര്, നാട്ടുകാര് എന്നെ ഇവിടെ നിന്ന് പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നിന്റെ മണ്ണ് വിട്ടുപോകാൻ ഞാൻ ഇഷ്ടപ്പെടൂലായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഓരോ സഹാബാക്കളും വലിയ ത്യാഗത്തോടും പ്രയാസത്തോടും കൂടിയാണ് മക്ക വിട്ട് മദീനയിലേക്ക് പോകുന്നത്. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം യഥാർത്ഥത്തിൽ മക്കക്കാരനല്ല. ജന്മം കൊണ്ട്, ജീവിതം കൊണ്ട് അദ്ദേഹം വളർന്നതൊക്കെ മക്കയിലാണെങ്കിലും അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു എത്യോപ്യക്കാരനാണ്, ഹബ്ശിയാണ്, നീഗ്രോ അടിമയാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജനിച്ചതൊന്നും മക്കയിലല്ല. മക്കയിൽ അദ്ദേഹം ജീവിച്ച കാലം മുഴുവൻ അടിമയായിട്ടാണ്. അതും മൂന്നാംകിട അടിമ. മൂന്നാംകിട അടിമ എന്ന് പറഞ്ഞാൽ ആരും വകവെക്കാത്ത, ആരും പരിഗണിക്കാത്ത, ഒന്ന് മുഖത്ത് നേർക്കുനേരെ നോക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത കോലത്തിലുള്ള ആ നിലയിൽ
ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മക്കയിലെ ജീവിതകാലത്ത് ഒരു ദിവസം പോലും സ്വസ്ഥമായി വയറു നിറച്ച് ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ സന്തോഷത്തോടുകൂടി ആശ്വാസത്തോടുകൂടി സമാധാനത്തോടുകൂടി ഉറങ്ങുകയോ ചെയ്ത ചരിത്രം നമുക്ക് കിതാബുകളിൽ കാണാൻ കഴിയില്ല. അത്രത്തോളം ത്യാഗം അനുഭവിച്ച ഒരു സഹാബിയാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഈ മുഹാജിറുകളായ സഹാബാക്കളുടെ കൂട്ടത്തിൽ മക്ക വിട്ട് മദീനയിലേക്ക് പോയി. മദീനയിലെത്തിയതിന് ശേഷം അദ്ദേഹത്തിന് മനസ്സിൽ വല്ലാത്ത നീറ്റലുണ്ടായി, വേദനയുണ്ടായി. എന്താ വേദന? വിട്ടുപോന്ന മക്കയെക്കുറിച്ചുള്ള ആ ഓർമ്മകൾ. മക്കയെ അദ്ദേഹം അങ്ങേയറ്റം സ്നേഹിച്ചു. കിട്ടിയത് മുഴുവൻ ദുരിതപൂർണമായ അനുഭവങ്ങളാണെങ്കിലും മക്കയെ അദ്ദേഹം ഹൃദയം കൊണ്ട് വല്ലാതെ സ്നേഹിച്ചിരുന്നു. ചരിത്രത്തിൽ കാണാൻ കഴിയും, ആ മക്കയോടുള്ള സ്നേഹവും ആഗ്രഹവും അടക്കിപ്പിടിക്കാൻ കഴിയാതെ പല ദിവസങ്ങളിലും രാത്രിയാകുമ്പോൾ ഇരുട്ടന്റെ മറവിൽ അദ്ദേഹം മദീനയിലെ മരുഭൂപ്രദേശങ്ങളിലൂടെ ഇങ്ങനെ കറങ്ങി നടന്ന് ഏതെങ്കിലും ഒരു മൂലയിൽ പോയി കിടന്ന് ആകാശത്തേക്ക് കണ്ണും നട്ട് അദ്ദേഹം ഇങ്ങനെ സങ്കടത്തോടുകൂടി ഒരു പാട്ടിന്റെ ശബ്ദത്തിൽ അദ്ദേഹം ഇങ്ങനെ പാടുമായിരുന്നു. അല ലൈത ശഅരി ഹൽ ഉബീതൻ ലൈലതൻ ബിമക്കത ഇൻദി ഇദ്ഹറും വജലീലു. അദ്ദേഹം പറയാണ്, അല ലൈത ശഅരി, ഹാ കഷ്ടം, എത്ര സങ്കടകരമാണ്, എനിക്കെന്റെ പ്രിയപ്പെട്ട മക്കയുടെ മണ്ണിലേക്ക് ഒന്നുകൂടി തിരിച്ചു പോകാൻ ഭാഗ്യം കിട്ടിയിരുന്നെങ്കിൽ, ഒരവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ, ഇദ്ഹർ പുല്ലുകൾക്കിടയിൽ ജലീൽ മരത്തണലുകൾക്കിടയിൽ ഒന്ന് കിടന്നിറങ്ങി അവിടുത്തെ സുഗന്ധം അല്ലെങ്കിൽ അതിന്റെ ആ മണ്ണിന്റെ ഗന്ധം ഒന്ന് അനുഭവിക്കാൻ എനിക്ക് തൗഫീക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ സങ്കടത്തിന്റെ പാട്ടുപാടുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. നാട്ടുകാരനല്ലാത്ത, ജന്മം കൊണ്ട് ആ നാടുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ബിലാൽ റളിയല്ലാഹു അൻഹു വരെ ആ നാടിനെ ഇത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ നാട്ടിൽ തന്നെ ജനിക്കുകയും അവിടെ വളരുകയും അവിടുത്തെ ഗന്ധം അല്ലെങ്കിൽ ആ മണ്ണ് അനുഭവിച്ചും ആസ്വദിച്ചും ഒക്കെ ജീവിക്കുകയും ചെയ്ത മുഹാജിറുകളായ ബാക്കി സഹാബാക്കളൊക്കെ മക്ക വിട്ടുവരുമ്പോ അല്ലെങ്കിൽ മദീനയിലേക്ക് അവർ പോകുമ്പോ എത്രത്തോളം വേദന അനുഭവിച്ചിട്ടുണ്ടാവും, പ്രയാസം അനുഭവിച്ചിട്ടുണ്ടാവും. ഇത് ഈ ഹിജ്റയുടെ ഏറ്റവും ആദ്യത്തെ ഏടാണ്, ആദ്യത്തെ പാടാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർ മക്ക വിട്ടുപോകാൻ ആഗ്രഹിച്ചവരല്ല, മക്കയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതാണ്, ആട്ടിയോടിക്കപ്പെട്ടവരാണ്. എന്തിന്റെ പേരിൽ? ദീനിന്റെ പേരിൽ, അള്ളാഹ്ക്ക് വേണ്ടി ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് പറഞ്ഞതിന്റെ പേരിലാണ് ഈ ത്യാഗവും ബുദ്ധിമുട്ടൊക്കെ അവർക്ക് അനുഭവിക്കേണ്ടി വന്നത്. ഹിജ്റയുടെ തുടക്കം എങ്ങനെയാണ്? ഹിജ്റ കഴിഞ്ഞു രണ്ടാമത്തെ വർഷം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും മദീനയിലെത്തി രണ്ടാമത്തെ വർഷം ബദറുണ്ടായി, അതിനുശേഷം ഉഹുദ് ഉണ്ടായി, അതിനുശേഷം ഹന്തക് ഉണ്ടായി, അതിനുശേഷം ഹുദൈബിയ ഉണ്ടായി. എന്ന് പറഞ്ഞാൽ ഏകദേശം ഹിജ്റ 1 മുതൽ 7 വർഷം വരെ സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ ത്യാഗങ്ങളും പരീക്ഷണങ്ങളും മാത്രമാണ്. ഹുദൈബിയ സന്ധി നടക്കുന്നത് ഹിജ്റ 6ാമത്തെ വർഷമാണ്. ആ സന്ധിയില് ഖുറൈശികളും മുസ്ലിമീങ്ങളും തമ്മിൽ ഒരുപാട് കരാറുകൾ ഉണ്ടാക്കി. സന്ധി കരാറാണ്. ആ കരാറിൽ അവരെഴുതിയ മുഴുവൻ കാര്യങ്ങളും ബാഹ്യമായ നിലയിൽ നോക്കിയാൽ മുസ്ലിമീങ്ങൾക്കെതിരാണ്, സഹാബാക്കൾക്കെതിരാണ്. എത്രത്തോളം ആ കരാറ് കണ്ടിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബാക്കൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ആത്മരോഷം കൊണ്ടിങ്ങനെ എഴുന്നേറ്റ് വാളൂരി പിടിച്ചുകൊണ്ട് നബി തങ്ങളോട് ചോദിച്ചത്രേ, അല്ലയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലേ, എന്താ നമ്മള് ഹക്കായ ദീനിലൊന്നും അല്ലേ നിങ്ങളിങ്ങനെ വിട്ടുകൊടുക്കാണ് മുഴുവൻ? അവര് പറയുന്ന തീരുമാനങ്ങൾ, അവര് പറയുന്ന കാര്യങ്ങൾ നിങ്ങളിങ്ങനെ ഒപ്പിട്ട് കൊടുത്ത് അതിനെ അംഗീകരിക്കാണോ? എന്ത് പറ്റി നിങ്ങൾക്ക്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദ്യം ചെയ്യുന്ന നിലയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സംസാരിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. എപ്പോ? ഈ ഹുദൈബിയ സന്ധിയിൽ. ആ വിഷയം കൂടുതൽ നമ്മളിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഈ ഹുദൈബിയ സന്ധി കഴിഞ്ഞപ്പോ സഹാബാക്കളൊക്കെ ഉംറ ചെയ്യാനുള്ള നിയത്തിലാണ് മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്നത്. വഴിക്ക വെച്ച് ഖുറൈശികൾ തടഞ്ഞ് അവരെ തിരിച്ചയക്കാൻ, ഉംറ ചെയ്യാൻ ഈ വർഷം അനുവദിക്കൂല എന്ന് പറഞ്ഞിട്ട് ഉംറ ചെയ്യുന്നവർക്കൊക്കെ അറിയാം. ഉംറ ചെയ്യാൻ പോയിട്ട് വഴിയിൽ എന്തെങ്കിലും തടസ്സം വന്നാല്, എന്തെങ്കിലും പ്രയാസം വന്നാല് തിരിച്ചയക്കപ്പെട്ടാൽ അതിന്റെ സങ്കടം താങ്ങാൻ കഴിയില്ല. കാരണം ഒരു മുഅ്മിനിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ആ കഅബാലയം കാണലും ആ കഅബാലയം മുത്തലും അവിടെ ചെന്ന് തവാഫ് ചെയ്യലും ഉംറ നിർവഹിക്കലും ഹജ്ജ് നിർവഹിക്കലും ഒക്കെയാണ്. സഹാബാക്കൾക്ക് പ്രത്യേകിച്ച് മനസ്സിൽ കമ്പുണ്ട്. കാരണം അവരുടെ ജനിച്ച നാടും കൂടിയാണ്. ജനിച്ച നാട്ടിലേക്ക് കയറാൻ അനുവാദമില്ലാതെ ഹുദൈബിയ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഖുറൈശികൾ വന്ന് തടയാൻ, എന്നിട്ട് പറയാണ്, നിങ്ങൾ തിരിച്ചു പോകണം,
ഈ വർഷം ഹജ്ജിന് അനുവാദമില്ല, അല്ലെങ്കിൽ ഉംറയ്ക്ക് അനുവാദമില്ല. സഹാബാക്കളടക്കം മനസ്സുപൊട്ടി. അവിടെ വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല മൊട്ടയടിച്ച് സഹാബാക്കൾക്ക് മാതൃക കാണിച്ച് കരയുന്ന സഹാബാക്കളെയും കൊണ്ടിട്ടാണ് നബി തങ്ങൾ മദീനയിലേക്ക് മടങ്ങുന്നത്. ത്യാഗം. ഈ മടങ്ങുന്ന സമയത്ത് അല്ലാഹു ഒരു ആയത്തിറക്കി. സൂറത്ത് ഫത്ഹിന്റെ ആദ്യത്തെ ആയത്ത് നമ്മൾ നേരത്തെ ഓതി, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ. എല്ലാ നിലയിലും സഹാബാക്കൾ മനസ്സിലാക്കിയ എന്താണ്? ഹുദൈബിയ ഒരു പരാജയമാണ്. ഹുദൈബിയ ഏറ്റവും വലിയ പരീക്ഷണമാണ്, സങ്കടമാണ്. നമ്മൾ ഖുറൈശികൾക്ക് മുമ്പിൽ പരാജയം സംഭവിച്ചതുപോലെയാണ് കരാറുണ്ടായത്, കരാറിൽ ഒപ്പുവെച്ചത്. പക്ഷേ അള്ളാഹു അന്ന് ആയത്തിറക്കി. എന്ത്? ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾക്ക് നാം വ്യക്തമായ വിജയം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, വ്യക്തമായ വിജയം എന്ന് പറഞ്ഞാൽ ഈ ഹുദൈബിയ സന്ധി യഥാർത്ഥത്തിൽ ഖുറൈശികൾ അവരെ പരാജയത്തിന്റെ കുഴി തോണ്ടി തുടങ്ങി. മനസ്സിലായോ? ഖുറൈശിക്ക് മടങ്ങുന്നത് ത്യാഗം. ഈ മടങ്ങുന്ന സമയത്ത് അല്ലാഹു ഒരു ആയത്തിറക്കി. സൂറത്ത് ഫത്ഹിന്റെ ആദ്യത്തെ ആയത്ത് നമ്മൾ നേരത്തെ ഓതി, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ. എല്ലാ നിലയിലും സഹാബാക്കൾ മനസ്സിലാക്കിയ എന്താണ്? ഹുദൈബിയ ഒരു പരാജയമാണ്. ഹുദൈബിയ ഏറ്റവും വലിയ പരീക്ഷണമാണ്, സങ്കടമാണ്. നമ്മൾ ഖുറൈശികൾക്ക് മുമ്പിൽ പരാജയം സംഭവിച്ചതുപോലെയാണ് കരാറുണ്ടായത്, കരാറിൽ ഒപ്പുവെച്ചത്. പക്ഷേ അള്ളാഹു അന്ന് ആയത്തിറക്കി. എന്ത്? ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾക്ക് നാം വ്യക്തമായ വിജയം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, വ്യക്തമായ വിജയം എന്ന് പറഞ്ഞാൽ ഈ ഹുദൈബിയ സന്ധി യഥാർത്ഥത്തിൽ ഖുറൈശികൾ അവരെ പരാജയത്തിന്റെ കുഴി തോണ്ടി തുടങ്ങി. മനസ്സിലായോ? ഖുറൈശികൾ അവരുടെ പരാജയത്തിലേക്ക് കൂപ്പുകുത്തി തുടങ്ങി എന്ന് പറഞ്ഞാൽ, മക്കം ഫതഹിന്റെ ആദ്യത്തെ പടികളിൽ ഒന്ന് ഹുദൈബിയ സന്ധിയാണ്. 2 വർഷം കൃത്യം കഴിഞ്ഞു. 7ാമത്തെ വർഷം, 8ാമത്തെ വർഷം റമളാനായി. റമളാനിലാണ് ഈ സഹാബാക്കളെയും കൂട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കയിലേക്ക് തിരിച്ചു നടക്കുന്നത്. എന്തിനാ പോണത്? ഹജ്ജ് ഉംറ എന്നല്ല, പിന്നെന്തിനാണ്? മക്ക കീഴടക്കാൻ പോവാണ് എന്ന് പറഞ്ഞാൽ, ഇനി മുസ്ലിമീങ്ങൾക്കെതിരെ, ഇസ്ലാമിനെതിരെ എതിർ ശബ്ദങ്ങളൊന്നും മക്കയിലില്ല. ആ കോലത്തിലേക്ക് എന്ത് ചെയ്തു? അള്ളാഹു അവസ്ഥകളെ മാറ്റി. അതിന് കാരണം ഇതെന്താണ്? ഈ പറഞ്ഞ ഹുദൈബിയ സന്ധിയാണ്. ഇവർ വെച്ച കരാറുണ്ടല്ലോ, ഈ കരാർ മുഴുവൻ തകിടം പറഞ്ഞു. ഇവരെന്നെ ലംഘിച്ചു, ഖുറൈശികൾ എന്നെ ലംഘിച്ചു. അവസാനം അവർക്കത് പ്രതികൂലമായി മാറി. എല്ലാ നിലക്കും ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും അനുകൂലമായി. നാട് മൊത്തം മാറി. മദീന ശക്തിപ്പെട്ടു, മക്കയിൽ മുസ്ലിങ്ങൾ ഉണ്ടായി. മക്കയുടെ അവസ്ഥയും മാറി, ഇസ്ലാമിന് അനുകൂലമാകാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഏകദേശം 10,000 വരുന്ന സഹാബാക്കളെയും കൂട്ടിയിട്ട് മക്കയിലേക്ക് വരികയാണ്. റമളാനിലാ വരുന്നത് കേട്ടോ. ത്യാഗത്തോടുകൂടിയുള്ള യാത്രയാണ്. അൻസാറുകളുണ്ട്, മുഹാജിറുകളുണ്ട്. മദീനക്കാരായ സഹാബാക്കളെ അടക്കം കൂട്ടിയിട്ടാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയത്തിന്റെ തുടക്കം, ഏറ്റവും വലിയ വിപ്ലവത്തിന്റെ തുടക്കം കുറിക്കാനാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത്. ആ വരവ് അതൊരു 1.5 വരവായിരുന്നു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അൻസാറുകളും മുഹാജിറുകളൊക്കെ ഇങ്ങനെ ആവേശത്തിന്റെ പാട്ടും പാടി വാളുയർത്തിപ്പിടിച്ചു വരെ അവർ കൊടികളിങ്ങനെ അന്തരീക്ഷത്തിൽ വീശി വിജയഗാഥ രചിച്ചവരായി. അവർ ആത്മാഭിമാനത്തോടുകൂടി ഏത് നാട്ടിൽ നിന്നാണോ 10 കൊല്ലം മുമ്പ് പുറത്താക്കപ്പെട്ടത് ആ നാടിനെ കീഴടക്കാൻ വേണ്ടി അന്ന് പുറന്തള്ളിയവരും അന്ന് ആക്രമിച്ചവരും പീഡിപ്പിച്ചവരൊക്കെ അവര് പുച്ഛമടക്കി അവർ സഹാബാക്കളുടെ മുമ്പിൽ കീഴടങ്ങുന്ന ആ കാഴ്ച, ആ സ്വപ്നം അതിങ്ങനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് സഹാബാക്കളൊക്കെ വരുന്നത്. ചരിത്രത്തിൽ കാണാൻ കഴിയും. അൻസാരികളുടെ കൊടിയേന്തി സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു മുമ്പിൽ ഇങ്ങനെ സഞ്ചരിക്കാണ്. ഏകദേശം മക്കയുടെ അടുത്തെത്താനായപ്പോ അദ്ദേഹം ഇങ്ങനെ ആവേശം കൊണ്ട് 2 ഈരടികൾ പാട്ടിന്റെ രൂപത്തിൽ പാടി, അൽയൗമ യൗമുൽ മൽഹമ അൽയൗമ യുദില്ലുല്ലാഹു ഖുറൈശ. ഇന്ന് എല്ലാത്തിനെയും ഇറച്ചി പോലെ വെട്ടിനുറുക്കി തുണ്ടം തുണ്ടമാക്കി കഷ്ണമാക്കി മാറ്റുന്ന ദിവസമാണ് എന്ന് പറഞ്ഞാൽ ഇന്ന് രക്തച്ചൊരിച്ചിലിന്റെ ദിവസമാണ്. മക്ക ഒന്നാകെ രക്തം ചീന്തുന്ന ദിവസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ആവേശം കൊണ്ട് പാട്ടുപാടി. അൽയൗമ യുദില്ലുല്ലാഹു ഖുറൈശ. ഇന്ന് ഖുറൈശി പ്രമാണിമാരെ മുഴുവൻ അള്ളാഹു നിന്ദ്യതയിലേക്ക് താഴ്ത്തിക്കളയുന്ന ദിവസമാണ്. സ്വാഭാവികമായിട്ട് സഹാബാക്കൾ പാടും. ശരിക്ക് ആ ഒരു ഘട്ടം അല്ലെങ്കിൽ ആ ഒരു സന്ദർഭം നമ്മൾ മൊറയൂരുകാരായ നമ്മളെ നാട്ടിൽ നിന്ന് പുറത്താക്കി, അകാരണമായി ഒരു കാരണമില്ലാതെ പുറത്താക്കി. കുറെ കാലം കഴിഞ്ഞ് ഈ മൊറയൂരുകാര് നമ്മളെ പേടിച്ചിങ്ങനെ നമ്മുടെ വരവും കാത്തിങ്ങനെ നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിന്റെ രോഷം വരും അല്ലേ?
അന്ന് ചെയ്ത കാര്യങ്ങൾക്കൊക്കെ പ്രത്യുപകാരം, അതിന്റെ പ്രതികാരം ചെയ്യാൻ കിട്ടിയ അവസരം ഒരിക്കലും നമ്മൾ പാഴാക്കൂല. ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ രണ്ട് വർത്താനെങ്കിലും എന്ത് ചെയ്യും നമ്മൾ പറയും. അത് നമ്മുടെ മനുഷ്യന്റെ ഒരു അവസ്ഥയാണ്. സഹാബാക്കളും മനുഷ്യന്മാരാണ്. സഅദ് ഇബ്നു ഉബാദ എന്ന് പറയുന്നത് അൻസാരികളുടെ കൂട്ടത്തിലെ നേതാവാണ്, നബി തങ്ങളുടെ അടുത്ത സഹാബിയാണ്. ഇദ്ദേഹം പാടുന്ന പാട്ടെന്താണ്? അൽയൗമ യൗമുൽ മൽഹമ. ദാ ഇന്ന് ഖുറൈശികളുടെ കൂട്ടത്തിലെ ശത്രുക്കളെയൊക്കെ ഇറച്ചി പോലെ കഷ്ണമാക്കി തുണ്ടമാക്കി മുറിക്കുന്ന ദിവസമാണ്. ഇന്ന് ഖുറൈശികൾക്കിടയിൽ രക്തം ചീന്തും. ഇന്ന് അവരൊക്കെ ഞങ്ങൾ കാൽ കീഴിലാക്കും. ഇത് കേൾക്കുകയാണ് ആര്? അബൂ സുഫിയാൻ. അബൂ സുഫിയാന് അതുവരെ മുസ്ലിം ആയിട്ടില്ല, പക്ഷേ രംഗം വഷളായി, ഇനി കയ്യിൽ നിൽക്കൂല എന്ന് കണ്ടപ്പോ അബൂ സുഫിയാൻ മുസ്ലിമീങ്ങളായ സൈന്യം മക്കയിലെത്തുന്നതിന്റെ മുമ്പേ കുറെ ഇങ്ങോട്ട് വന്നിട്ട്, എന്നാൽ ഇങ്ങോട്ട് കാണാൻ വന്ന് മുസ്ലിം ആയതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മുസ്ലിമായ ഉടനെയാണ് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ നാവിൽ നിന്ന് ഈ പാട്ട് കേൾക്കുന്നത്. അബൂ സുഫിയാന്റെ മനസ്സിൽ പേടിയായി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് പരാതി പറഞ്ഞു. ഭയങ്കര ജവാബ് പറഞ്ഞു. അബൂ സുഫിയാൻ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരാതി പറഞ്ഞു. ഞങ്ങളുടെ സഹാബിയായ സഅദ് ഇബ്നു ഉബാദ ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്ന് വെട്ടി നുറുക്കി ഇറച്ചിയാക്കുന്ന ദിവസമാണെന്നൊക്കെ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദ് ഇബ്നു ഉബാദക്ക് മറുപടി കൊടുത്തു. സഅദ് ഇബ്നു ഉബാദ ഏതൊരു ശൈലിയിലാണോ
ഏതൊരു വാക്കുകൾ ഉപയോഗിച്ചിട്ടാണോ ഇങ്ങനെ പദ്യം പറഞ്ഞത് അതേ ശൈലിയിൽ അതേ വാക്കുകൾ ഉപയോഗിച്ചിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു ഉബാദയെ തിരുത്തി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അൽ യൗമ യൗമുൽ മർഹമ, ഇന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കപ്പെടുന്ന, കരുണ ചെയ്യപ്പെടുന്ന, വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്ന മാപ്പിന്റെ പൊതുമാപ്പിന്റെ ദിവസമാണ്. അൽ യൗമ യുഇസ്സുല്ലാഹു ഖുറൈശ, ഇന്ന് അല്ലാഹു ഖുറൈശികളെ നിന്ദതയിലേക്കല്ല ഇസ്സത്തിലേക്കാണ്, ഉന്നതിയിലേക്കാണ് കൊണ്ടെത്തിക്കുക. അങ്ങനെ ആദരിക്കപ്പെടുന്ന, ബഹുമാനിക്കപ്പെടുന്ന ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിനെ തിരുത്തി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അൻസാറുകളുടെ കൊടി പിടിച്ചിരുന്ന സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂൽ കൊടി വാങ്ങി എന്ന് പറഞ്ഞാൽ മുന്നിൽ നിൽക്കുന്ന ആൾ ഇത്ര രോഷം പറഞ്ഞാൽ പിന്നിൽ നിൽക്കുന്ന അണികൾക്കൊന്നുണ്ടാവും, സ്വാഭാവികമായിട്ടും രോഷമുണ്ടാവും. അതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലും അവിവേകം കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന കാരണം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടി വാങ്ങി അദ്ദേഹത്തിന്റെ മകന്റെ കയ്യിൽ അത് ഏൽപ്പിച്ചു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തി. എന്നിട്ട് സഹാബാക്കളെ 3 സംഘങ്ങളാക്കി തിരിച്ചു. മക്കയിലേക്ക് പ്രവേശിക്കാൻ കിടക്കുകയാണ്. 3 സംഘങ്ങളാക്കി. ഒരു സംഘത്തിന്റെ നേതാവായി ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു, മറ്റൊരു സംഘത്തിന്റെ നേതാവായി സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹു, മൂന്നാമത്തെ സംഘത്തിന്റെ നേതാവായി അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ആ സംഘത്തെ അവരോട് കൽപ്പിച്ചു, നിങ്ങൾ മക്കയുടെ താഴ്ഭാഗത്തുകൂടി, എന്ന് പറഞ്ഞാൽ മലമ്പ്രദേശമാണല്ലോ, താഴ്ഭാഗത്തുകൂടി മക്കയിലേക്ക് കടക്കാൻ പറഞ്ഞു. സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തോട് മലമടക്കുകളിൽ കൂടി മക്കയുടെ മുകൾ ഭാഗത്തുകൂടി മക്കയിലേക്ക് കടക്കാൻ പറഞ്ഞു. അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിനോട് മക്കയുടെ താഴ്വാരത്തിലൂടെ നേർക്കുനേരെയുള്ള വഴിയിലൂടെ മക്കയിലേക്ക് പ്രവേശിക്കാൻ പറഞ്ഞു. ഇങ്ങനെ 3 സൈന്യങ്ങളായി മൊത്തത്തിൽ മക്കയെ ഇങ്ങനെ വലയം ചെയ്യുന്ന രൂപത്തിലാണ് സഹാബാക്കളൊക്കെ മക്കയിലേക്ക് വന്നത്. തക്ബീറുകൾ മുഴക്കിക്കൊണ്ട് സഹാബാക്കൾ കടന്നു വരുമ്പോൾ ചരിത്രത്തിൽ കാണാൻ കഴിയും, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകപ്പുറത്തിരിക്കാണ് വിനയാന്വിതനായി, തവാദുഇന്റെ പ്രതിരൂപം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ മുഖമുയർത്തി നോക്കാൻ എന്തുകൊണ്ടും അവകാശമുണ്ട്, അർഹതയുണ്ട്. വിജയശ്രീലാളിതരായി വരുന്ന സൈന്യത്തിന്റെ ഏറ്റവും വലിയ നായകൻ, അതിന്റെ അധിപൻ അല്ലാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾക്ക് എന്തുകൊണ്ടും ഇങ്ങനെ മുഖമുയർത്തി നോക്കാനുള്ള അവകാശവും അർഹതയും അവസരമൊക്കെ ഉണ്ട്. പക്ഷെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തല താഴ്ത്തി. ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, വിനയം കൊണ്ട് തല താഴ്ത്തി. എത്രത്തോളം തങ്ങളുടെ താടി രോമങ്ങൾ ഒട്ടകത്തിന്റെ ആ പൂഞ്ഞയുടെ മുകളിൽ തട്ടുന്ന കോലത്തിൽ ആ നിലയിൽ വരെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വിനയം കാണിച്ചുകൊണ്ടാണ് മക്കയിലേക്ക് പ്രവേശിച്ചത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മക്ക കീഴടക്കാൻ ഏതാ വർഷം? ഹിജറ 8. എത്ര സഹാബാക്കളുണ്ട്? 10,000 സഹാബാക്കളുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ കഅബയിലേക്ക് കടന്നു. കഅബയെ തവാഫ് ചെയ്തു. ഹജറുൽ അസ്വദിനെ മുത്തി കഅബയുടെ ഉള്ളിലേക്ക് കയറി സഹാബാക്കളെ വിളിച്ചു. ആ കഅബാലയത്തിന്റെ ഉള്ളിൽ അന്ന് വരെ ഉണ്ടായിരുന്ന 360ഓളം വിഗ്രഹങ്ങൾ മുഴുവൻ എറിഞ്ഞടച്ചു. അതിനൊക്കെ പുറന്തള്ളി കഅബാലയത്തിന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞു. ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ നീട്ടി വിളിച്ചു. 10,000 കൂടി നിൽക്കുന്ന സഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയവനായ, ആരും ഉൾക്കൊള്ളാത്ത, ആരും പരിഗണിക്കാത്ത നീഗ്രോ അടിമ, വിരൂപി, കറുകറുത്ത ചെള്ളയുള്ളവൻ, ആ ചെള്ളയിൽ മുമ്പ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തം കൊടുത്തതിന്റെ ചരിത്രം സഹാബാക്കളൊക്കെ ഇങ്ങനെ ഉൾപ്പുളകത്തോടെ കൂടി കേട്ട് അവര് ഇന്നത്തെ ദിവസം ആരെ വിളിക്കും? ഇന്നത്തെ ദിവസം കഅബാലയത്തിന്റെ മുകളിൽ കയറി ബാങ്ക് വിളിക്കാൻ ആർക്ക് അവസരം കിട്ടും? വലിയ വലിയ സഹാബാക്കളൊക്കെ ഇങ്ങനെ ആശിച്ചു നിൽക്കാൻ, അല്ലാഹുവിന്റെ റസൂൽ എന്നെ വിളിച്ചിരുന്നെങ്കിൽ എന്നെ വിളിക്കട്ടെ എന്നിങ്ങനെ ആശിച്ചു നിൽക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നീട്ടി വിളിച്ചു, എവിടെ ബിലാൽ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിളി കേട്ട് സ്തബ്ധനായി ബിലാൽ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വല്ല കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബാലയത്തിന്റെ മുകളിൽ കയറാൻ കൽപ്പിച്ചു. എന്നിട്ട് ഉച്ചത്തിൽ ബാങ്ക് വിളിപ്പിച്ചു. എന്നാൽ മക്ക കീഴടങ്ങിയതിന്റെ ആദ്യത്തെ ദിവസം ആദ്യത്തെ ബാങ്കിൽ മുഴക്കാൻ ആർക്കാ തൗഫീഖ് കിട്ടിയത്? ബിലാൽ റളിയല്ലാഹു അൻഹു. ചരിത്രത്തിൽ ഇങ്ങനെ ഒരു അതുല്യമായ മാതൃക നമുക്ക് എവിടെന്നാ കിട്ടുക? ഇന്ന് മുഴക്കിയ ഇപ്പോഴത്തെ ഇശ, എന്നും മുഴക്കുന്ന 5 വക്തിന്റെ ബാങ്ക്, അതിന്റെയൊക്കെ തുടക്കക്കാരൻ, അതിലെ ആദ്യത്തെ ഇമാം, ആദ്യ മാതൃക കാണിച്ച ആളാരാണ്? ബിലാൽ റളിയല്ലാഹു അൻഹു. എന്ന് പറഞ്ഞാൽ ഏതൊരു മക്കക്കാരാണോ അന്നത്തെ കാലം വരെ ചവിട്ടിത്തച്ചത്, ആരും പരിഗണിക്കാതിരുന്ന ആ ഒരു മനുഷ്യൻ ബിലാൽ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ കൊണ്ട് മക്കം ഫത്ഹിന്റെ ഉദ്ഘാടനം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിപ്പിച്ചു. മക്കം കീഴടങ്ങി, മക്ക ഒന്നടങ്കം കീഴടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവും പേടിച്ച് മക്കക്കാരായ അതുവരെ ഇസ്ലാം സ്വീകരിക്കാത്ത ഖുറൈശികളൊക്കെ ഇങ്ങനെ പേടിച്ച് വറച്ചു നിൽക്കാൻ
നബി തങ്ങൾ ഇങ്ങനെ വിളംബരം മുഴക്കി, ആരെങ്കിലും അവനവന്റെ വീട്ടിൽ കയറി വാതിലടച്ചിരുന്നാൽ ആരും അവനെ ഒന്നും ചെയ്യരുത്, ആരും അവനെ ഒന്നും ചെയ്യരുത്. ആരെങ്കിലും നിർഭയത്വം തേടി മസ്ജിദുൽ ഹറാമിന്റെ മുമ്പിൽ, കഅബാലയത്തിന്റെ മുമ്പിൽ വന്നു നിന്നാൽ അവനെ ആരും ഒന്നും ചെയ്യരുത്. അബൂ സുഫിയാനാകുന്ന നേതാവിന് കൊടുക്കേണ്ട അർഹതയും പരിഗണനയും അള്ളാന്റെ റസൂൽ അവിടെയും കൊടുത്തു. അബൂ സുഫിയാന്റെ വീട്ടിലേക്ക് ആരെങ്കിലും കയറി ചെന്നാൽ ആ വീട്ടിലേക്ക് കയറി ചെന്ന് ആരും അവനെ ആക്രമിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശാലമായ മാപ്പിന്റെ പ്രഖ്യാപനം നടത്തി. ഖുറൈശികൾക്കൊക്കെ ആശ്വാസമായി. അത് കഴിഞ്ഞിട്ട് എല്ലാ ഖുറൈശികളെയും ഒരുമിച്ച് കൂട്ടി കഅബാലയത്തിന്റെ മുമ്പിൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കീഴടങ്ങി. ഇനി ഒരു എതിർ ശബ്ദം പോലും വരാൻ അവസരമല്ല, സാധ്യതയില്ല. മുഴുവൻ ഖുറൈശികളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ കഅബാലയത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഖുറൈശികളിൽ പലർക്കും അപ്പോഴും പേടിയുണ്ട്. പഴയകാല ഓർമ്മകൾ, ഈ സഹാബാക്കൾക്കെതിരെ, അള്ളാന്റെ റസൂലിനെതിരെ അവർ ചെയ്ത അതിക്രമങ്ങൾ, അതിനൊക്കെ ഇന്ന് പ്രത്യുപകാരം, അതിന്റെ പ്രതികാരം ചെയ്യപ്പെടുന്ന ദിവസമാണ്. മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ എന്താണ് കൽപ്പന വരുന്നത് എന്ന് അറിയില്ലല്ലോ. പേടിച്ച് ബേജാറായി നിൽക്കുകയാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കൂടി നിൽക്കുന്ന മുഴുവൻ ഖുറൈശികൾ കേൾക്കെ ചോദിച്ചു, മാ തദുന്നൂന അന്നി ഫഅഇലും ബിക്കും, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ എന്ത് തീരുമാനമെടുക്കും എന്നാണ് നിങ്ങൾ കരുതുന്നത്? എന്ത് വിചാരിക്കുന്നു നിങ്ങൾ? ആ ഖുറൈശികൾ ഒന്നടങ്കം പറഞ്ഞു. ചരിത്രത്തിൽ കാണാൻ കഴിയും, അഖുൻ കരീം വബ്നു അഖുൻ കരീം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ മാന്യനാണല്ലോ, ഞങ്ങളുടെ കൂട്ടത്തിലെ മാന്യനായി അറിയപ്പെട്ട ആളാണല്ലോ. ഞങ്ങളുടെ കൂട്ടത്തിൽ പണ്ട് മാന്യനായി ജീവിച്ചിരുന്ന അബ്ദുള്ളയുടെ പുത്രനായ മാന്യനായ വ്യക്തിയാണ് താങ്കൾ. അതുകൊണ്ട് മാന്യതയല്ലാതെ മറ്റൊന്നും ഞങ്ങൾ താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുവൻ ഖുറൈശികളെയും സാക്ഷി നിർത്തിയിട്ട് അന്ന് പ്രഖ്യാപിച്ചു, ഇദ്ഹബു അൻതുമു തുലഖാ അഖൂലു ലക്കും ഖാല അഖി യൂസുഫ്, എന്റെ സഹോദരൻ പണ്ട് ജീവിച്ചുപോയ ചരിത്രത്തിൽ നിങ്ങളൊക്കെ പഠിച്ച യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തെ സഹോദരന്മാർ പൊട്ടക്കിണറ്റിലെറിഞ്ഞു, എല്ലാ നിലയിലും അക്രമം കാണിച്ചു, പീഡിപ്പിച്ചു. എല്ലാം കഴിഞ്ഞ് കാലം തെളിഞ്ഞ് കുറെ കാലത്തിന് ശേഷം മിസ്റിന്റെ അധിപനായി, അവിടുത്തെ രാജാവായി വാണരുളുന്ന കാലത്ത് യൂസുഫ് അലൈഹി സ്വലാം ആ നാട്ടിലെ രാജാവായി. അന്ന് നാട്ടിൽ ക്ഷാമം പിടിച്ചപ്പോ അന്നം തേടി ഏതൊരു സഹോദരന്മാരാണോ പണ്ട് ചെറുപ്പകാലത്ത് പൊട്ടക്കിണറ്റിലെറിഞ്ഞത്, അതേ സഹോദരന്മാര് അന്നം തേടി രാജാവിന്റെ മുമ്പിൽ വരികയാണ്. മുമ്പിൽ നിൽക്കുന്ന രാജാവ് അന്ന് ഞങ്ങൾ പൊട്ടക്കിണറ്റിലെറിഞ്ഞ യൂസുഫാണെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. പക്ഷേ എല്ലാം കഴിഞ്ഞ് തെളിഞ്ഞപ്പോ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചവരോട് ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരൻ യൂസുഫിനെ ഓർമ്മയുണ്ടോ? നിങ്ങളുടെ സഹോദരൻ, നിങ്ങൾ പൊട്ടക്കിണറ്റിലെറിഞ്ഞ യൂസുഫിനെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചപ്പോ അവരിങ്ങനെ സൂക്ഷിച്ചു നോക്കി യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ മുഖത്തേക്ക്. അവരിങ്ങനെ ചോദിച്ചു, അന്ത യൂസുഫ്, താങ്കളാണോ യൂസുഫ്? അന്ന് ഞങ്ങൾ പൊട്ടക്കിണറ്റിലെറിഞ്ഞ് അന്നത്തോടുകൂടി ജീവിതം തീർന്നു എന്ന് ഞങ്ങൾ കരുതിയ ആ യൂസുഫാണോ താങ്കൾ എന്ന് ചോദിച്ചപ്പോ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞു, അന യൂസുഫ്, അതെ, അന്ന് നിങ്ങൾ എറിഞ്ഞ യൂസുഫാണ് ഞാൻ, അന്ന് നിങ്ങൾ പൊട്ടക്കിണറ്റിലെറിഞ്ഞ യൂസുഫാണ് ഞാൻ. സഹോദരങ്ങളൊക്കെ ഇങ്ങനെ പേടിച്ചു വറക്കാൻ, നാടിന്റെ രാജാവായി കാലം മാറി. ഇന്ന് ഞങ്ങൾ മുന്നിലിങ്ങനെ പാത്തും പതുങ്ങി എന്ത് കൽപ്പിക്കും, എന്ത് തീരുമാനമെടുക്കും എന്നൊക്കെ ഇങ്ങനെ ബേജാറോടുകൂടി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഖത്ത് നോക്കി സഹോദരൻ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, എന്ത്? ലാ തസ്രിബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. സഹോദരങ്ങളെ, നിങ്ങളുടെ കാര്യത്തിൽ എനിക്കിന്ന് ഒരു പരാതിയുമില്ല, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, അള്ളാഹു നിങ്ങൾക്ക് മാപ്പാക്കി തരട്ടെ. ആരോടാ പറയുന്നത്? ആയ കാലത്ത്, തണ്ടും തടിയുള്ള കാലത്ത് ഈ സഹോദരന്മാരൊക്കെ കൂടി കാട്ടിലേക്ക് കൊണ്ടുപോയി, പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടുപോയി തള്ളിയ ശരീരം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തുകൊണ്ടും പ്രതികാരം ചെയ്യാൻ കഴിവുള്ള സമയം. ഒന്ന് കൽപ്പിച്ചാൽ മതി, അല്ലെ? നാട് മുഴുവൻ തയ്യാറായി നിൽക്കാണ്, സൈന്യാധിപന്മാർ മുഴുവൻ തയ്യാറായി നിൽക്കാൻ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ കാര്യം എന്താണ്? ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും, നിങ്ങളുടെ മേൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പരാതിയുമില്ല, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന് എന്റെ സഹോദരനായ യൂസുഫ് അലൈഹി സ്വലാം സഹോദരങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞതെന്തോ അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. എന്താന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ഒരു പരാതിയുമില്ല, നിങ്ങൾ സ്വതന്ത്രരാണ്, പോയിക്കൊള്ളി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുവൻ ഖുറൈശികൾക്കും അന്ന് വിടുതി നൽകി, എണ്ണപ്പെട്ട ചില ആളുകൾക്കല്ലാതെ. അതും ചരിത്രത്തിൽ നമ്മൾ അറിയേണ്ട ഒരു വിഷയമാണ്. എണ്ണപ്പെട്ട
ക്രൂരന്മാരായി എന്നും ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഉപദ്രവിച്ചിരുന്ന എണ്ണപ്പെട്ട ചില വ്യക്തികളെ അല്ലാതെ ബാക്കിയുള്ളവർക്കൊക്കെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാപ്പ് കൊടുത്തു. എത്രത്തോളം അന്നത്തെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. വഹ്ശി വന്നു അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പ ഹംസത്ത് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെ ഉഹുദിന്റെ ഭൂമിയിൽ ചാട്ടൂളി എറിഞ്ഞ് കൊലപ്പെടുത്തിയ ആളാണ്. വഹ്ശി വന്നിട്ട് മുസ്ലിമാകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർണ്ണമായ നിലയിൽ തുറന്ന മനസ്സോടുകൂടി വഹ്ശിയെ സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ ഇസ്ലാമിനെ കബൂലാക്കി. പക്ഷേ വഹ്ശിയുടെ മുഖം കാണാനുള്ള താക്കത്തില്ലാതെ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അത്രേ, വഹ്ശി നീ ജീവിക്കുന്ന കാലം എന്റെ മുമ്പിലേക്ക് വരരുതേ വഹ്ശി. എന്തുകൊണ്ട്? നിന്നെ കാണുമ്പോൾ എനിക്ക് എന്റെ പ്രിയപ്പെട്ട അളാപ്പാന്റെ മുഖം ഓർമ്മ വരും. അതെനിക്ക് താങ്ങാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കും. പക്ഷേ അള്ളാന്റെ റസൂൽ പ്രതികാരം ചെയ്തില്ല. ഹിന്ദു വന്നു എന്ന് പറഞ്ഞാൽ അബൂ സുഫിയാന്റെ ഭാര്യ. അന്ന് വരെ ചരിത്രത്തിൽ നമ്മൾ കേട്ടത് ഹംസ റളിയല്ലാഹുവിന്റെ പച്ച കരളെടുത്ത് കടിച്ച് ചവച്ചു തുപ്പിയെന്നാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഹിന്ദു വന്നു. ഹിന്ദു വന്നിട്ട് പറഞ്ഞു, ഞാൻ ഹിന്ദാണ്, ഞാൻ മുസ്ലിം ആകാൻ തയ്യാറാണ്, എന്നെ സ്വീകരിക്കുമോ? അള്ളാന്റെ റസൂൽ പറഞ്ഞു മർഹബ. ചരിത്രത്തിൽ അങ്ങനെ തന്നെ കാണാൻ കഴിയും. ഹിന്ദിന് സ്വാഗതം. ഹിന്ദിന്റെ ഇസ്ലാം അള്ളാന്റെ റസൂൽ സ്വീകരിച്ചു. ഇക്രിമ റളിയല്ലാഹു അൻഹു അബൂജഹലിന്റെ മകനാണ്. അന്നത്തെ കാലം വരെ വാപ്പ എന്താണോ ചെയ്തത് ഇസ്ലാമിനെതിരെ അത് അതേപടി ആവർത്തിക്കുകയും വാപ്പയോടൊപ്പം കൂടെ നിൽക്കുകയും ചെയ്ത ആളാണ് ആര്? ഇക്രിമ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും മക്ക ജയിച്ചടക്കാൻ മക്കയിലേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ തന്നെ അദ്ദേഹം നാടുവിടാണ്, യമനിലേക്ക് നാടുവിടാണ്. തിഹാമയുടെ ആ സമതലത്തിൽ എന്ന് പറഞ്ഞാൽ സമുദ്രതീരത്തിൽ കപ്പൽ കയറാൻ വേണ്ടി അദ്ദേഹം കാത്തു നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ മക്കയിൽ നിന്നാൽ എന്തായാലും മുസ്ലിമീങ്ങൾ എന്നെ വെറുതെ വിടൂല എന്നുള്ള പേടിയും ബേജാറും വന്നപ്പോ അദ്ദേഹം നാടുവിട്ടതാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് വഹ്ശിക്ക് മാപ്പെടുത്തു, അബൂ സുഫിയാന് മാപ്പെടുത്തു, ഹിന്ദിന് മാപ്പെടുത്തു. ഈ കാഴ്ചയൊക്കെ ഇക്രിമയുടെ ഭാര്യ ഉമ്മു ഹബീബ കാണുകയാണ്. ഉമ്മു ഹബീബ ഈ കാഴ്ച കണ്ടിട്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കളെ പേടിച്ചിട്ട് എന്റെ ഭർത്താവ് നാടുവിടാൻ പോയിട്ടുണ്ട്. അയാൾ കപ്പൽ കയറാൻ നിൽക്കുകയാണ്. എന്റെ ഭർത്താവിന് താങ്കൾ അഭയം നൽകുമോ, മാപ്പ് കൊടുക്കുമോ, മാപ്പ് പ്രഖ്യാപിക്കുമോ? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇക്രിമക്കും മാപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ചരിത്രത്തിൽ കാണാൻ കഴിയും. ഈ ഉമ്മു ഹബീബ തന്റെ ഭൃത്യനെയും കൂട്ടിയിട്ട് സമുദ്രതീരത്തേക്ക് ഭർത്താവിനെയും തേടി ഓടി. ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇവര് സമുദ്രതീരത്തെത്തുമ്പോ ഇക്രിമ റളിയല്ലാഹു അൻഹു, അന്ന് അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല, ആ അവസ്ഥയിൽ അദ്ദേഹം കപ്പലിൽ കയറി നാടുവിടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. ഏകദേശം കപ്പൽ നീങ്ങിത്തുടങ്ങി. ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തെ തിരിച്ച ഒരു സംഭവം കൂടി അവിടെ സംഭവിച്ചതായി നമുക്ക് കാണാൻ കഴിയും. കപ്പൽ നീങ്ങിത്തുടങ്ങിയപ്പോഴേക്ക് പെട്ടെന്ന് കടലാകെ ഒന്നാകെ ഇളകി മറിഞ്ഞു, ക്ഷോഭിച്ചു. കപ്പല് ആടിയുലയാൻ തുടങ്ങി. കപ്പലിന്റെ കപ്പിത്താൻ പറഞ്ഞു, ചരിത്രത്തിൽ കാണാൻ കഴിയും, ഇനി നമുക്ക് രക്ഷയില്ല, കപ്പൽ തകരാൻ പോകുന്ന അവസ്ഥയാണ് വരുന്നത്. കടലാകെ ഇളകി മറിയാണ്. എല്ലാവരും ആത്മാർത്ഥമായി അയാൾ ഇങ്ങനെ പറഞ്ഞു, ഇഖ്ലാസോടുകൂടി നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തോളിൻ, നിങ്ങളുടെ രക്ഷിതാവിനോട് ദുആ ചെയ്തോളിൻ, അല്ലാതെ ആ ദുആ ഇല്ലാതെ ഇന്നത്തെ അപകടത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ ആരും കൂട്ടുന്നില്ല എന്ന് ഈ കപ്പിത്താൻ പറഞ്ഞു. ഇക്രിമ അങ്ങനെ അന്തം വിട്ടിട്ട് കപ്പിത്താനോട് വന്ന് ചോദിച്ചു, നീ പറഞ്ഞ ഇഖ്ലാസ് എന്താ? നീ പറഞ്ഞ ഇഖ്ലാസ് എന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ, അതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? കപ്പിത്താൻ പറഞ്ഞു, ആത്മാർത്ഥമായി, പങ്കില്ലാതെ, കളങ്കമില്ലാതെ, കറകളില്ലാതെ, വക്രതയില്ലാതെ അള്ളാഹുവിനോട് മാത്രം നിങ്ങൾ ദുആ ചെയ്തോളിൻ, അള്ളാഹു രക്ഷപ്പെടുത്തും. അതാണ് ഞാൻ ഇഖ്ലാസ് എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇക്രിം അങ്ങനെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ പറഞ്ഞ കലിമയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കപ്പലിൽ കയറിയത്. ഈ പറഞ്ഞ ഇഖ്ലാസോടുകൂടി പറയേണ്ട കലിമയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കപ്പലിൽ കയറിയത്. കപ്പലിൽ കയറി കുടുങ്ങിയിട്ട് ഈ സമുദ്രത്തിന്റെ നടുക്ക് വെച്ചിട്ട് എന്നെ രക്ഷപ്പെടുത്താൻ ഈ ഇഖ്ലാസുള്ള കലിമക്കല്ലാതെ മറ്റൊന്നുകൊണ്ടും സാധ്യമല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഓടുന്നത്? അതുകൊണ്ട് കടലിൽ എന്നെ രക്ഷപ്പെടുത്താൻ ഒരു കലിമയ്ക്ക് പറ്റുമെങ്കിൽ കരയിലും എന്നെ രക്ഷപ്പെടുത്താൻ ഒരു കലിമയ്ക്ക് പറ്റൂ. അദ്ദേഹത്തിന്റെ മനസ്സപ്പോഴേക്കും മാറി വന്നപ്പോഴേക്കും അക്കരെ ഉമ്മു ഹബീബ എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട ഭാര്യയെ കാണാൻ ആംഗ്യം വിളിച്ച് കപ്പലിനെ തിരിച്ചു വിളിച്ചതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇക്രിമ റളിയല്ലാഹു അൻഹുവിനോട് ഭാര്യ പറഞ്ഞു, അള്ളാന്റെ റസൂൽ നിങ്ങൾക്ക് അഭയം നൽകിയിരിക്കുന്നു, തിരിച്ചു വരണം. ഇക്രിമക്ക് വിശ്വാസമായില്ല. നീ പറഞ്ഞത് സത്യമാണോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഉമ്മു ഹബീബ പറഞ്ഞു, ജനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും മാന്യനായ
ഏറ്റവും ഉത്കൃഷ്ടരായ, ഏറ്റവും നല്ല പെരുമാറ്റത്തിന്റെ വിട്ടുവീഴ്ചയുടെ പ്രതിരൂപമായ മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്നാണ് ഞാൻ വരുന്നത്, ഞാൻ കള്ളം പറയല്ല. ഇക്രിമ റളിയല്ലാഹു അൻഹു തിരിച്ചു നടന്നു ഭാര്യയുടെ കൂടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവരം കിട്ടി ഇക്രിമ മുസ്ലിമാകാനുള്ള ആഗ്രഹത്തോടുകൂടി സന്നിധിയിലേക്ക് വരുന്നുണ്ട്. ഇക്രിമ സദസ്സിലേക്ക് കടന്നെത്തുന്നതിന്റെ മുമ്പേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടിയിരിക്കുന്ന സഹാബാക്കളോട് പറഞ്ഞു, ഇതാ ഇക്രിമ വരുന്നുണ്ട്, ഇസ്ലാമാകാനുള്ള മുസ്ലിമാകാനുള്ള ആഗ്രഹത്തിലും നിയ്യത്തിലാണ് വരുന്നത്. ഇക്രിമ ഇങ്ങോട്ട് കടന്നു വന്നാൽ, ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇക്രിമയുടെ വാപ്പ അബൂജഹലിനെ പറ്റി ആരും ഒന്നും പറയരുത് എന്ന് പറഞ്ഞാൽ, ഈ സദസ്സിൽ വെച്ച് അബൂജഹലിനെ ആരും കുറ്റം പറയരുത്, അയാളെ ഇകഴ്ത്തരുത്. എന്തുകൊണ്ട്? അത് മുസ്ലിമാകാൻ വരുന്ന മകനായ ഇക്രിമയുടെ മനസ്സിനെ നോവിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് അദ്ദേഹം വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ അദ്ദേഹം വീണു, ഷഹാദത്ത് കലിമ ചൊല്ലി. അന്നത്തോടുകൂടി അദ്ദേഹം ഇസ്ലാമിന്റെ ആളായി. ഈ ഇക്രിമ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം അദ്ദേഹം മുസ്ലിമീങ്ങൾ പങ്കെടുത്ത ഒരു യുദ്ധത്തിൽ നിന്നും അദ്ദേഹം പിന്മാറിയിട്ടില്ല. അദ്ദേഹം ഇങ്ങനെ പറയുമായിരുന്നു, എന്റെ ആയകാലം, ആയുസ്സുള്ള ആരോഗ്യമുള്ള കാലം മുഴുവൻ ഞാൻ ഇസ്ലാമിനെ തകർക്കാനാണ് പൊരുതിയെങ്കിൽ ഇന്ന് അല്ലാഹു എനിക്ക് ഹിദായത്ത് തന്നല്ലോ, ദീൻ തന്നല്ലോ, ഇസ്ലാം തന്നല്ലോ. ഇനി മുതൽ എന്റെ ഈ ആരോഗ്യം, എന്റെ തന്റെ ഇടം, എന്റെ കരുത്ത് മുഴുവൻ ഇസ്ലാമിനാകട്ടെ എന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് പേർഷ്യക്കാരുമായി നടന്ന യർമൂക്ക് യുദ്ധത്തിലാണ് അദ്ദേഹം ഷഹീദാകുന്നത്. യർമൂക്ക് യുദ്ധം എന്ന് പറഞ്ഞാൽ ഘോരമായി ലക്ഷക്കണക്കിന് വരുന്ന അപ്പുറത്തെ സൈന്യത്തോട് ഇപ്പുറത്ത് മുസ്ലിം സൈന്യം ആയിരക്കണക്കിനേ ഉള്ളൂ പടപൊരുതി. മുസ്ലിം സൈന്യം ആദ്യം ഒന്ന് പതറി പിന്തിരിഞ്ഞോടി. സഹാബാക്കളിൽ പലരും പിന്തിരിഞ്ഞോടുമ്പോ ഇക്രിമ റളിയല്ലാഹു അൻഹു ഊരിപ്പിടിച്ച വാളുമായി നെഞ്ചു വിരിച്ച് നടന്നിട്ട് തിരിച്ചു പോകുന്ന പിന്തിരിഞ്ഞോടുന്ന സഹാബാക്കളൊക്കെ ഇങ്ങനെ തടുത്തു നിർത്തിയിട്ട്, എവിടേക്കാണ് സഹാബാക്കളെ നിങ്ങൾ പോകുന്നത്? സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞോടാണോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ വാൾ ഊരിപ്പിടിച്ച് ആവേശത്തിന്റെ ചില വർത്തമാനങ്ങൾ പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ, തങ്ങളുടെ ദീനിനെതിരെ അന്നത്തെ കാലം ഞാൻ പൊരുതിയെങ്കിൽ ഇന്ന് അതിന് പ്രത്യുപകാരം ചെയ്യാനുള്ള അവസരം അള്ളാഹു എനിക്ക് തന്നിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ശത്രുക്കളുടെ മധ്യത്തിലൊക്കെ അദ്ദേഹം നുഴഞ്ഞു കയറി. ശത്രുക്കളുടെ ആഞ്ഞാഞ്ഞുള്ള വെട്ടേറ്റ് അദ്ദേഹം അവിടെ കിടന്ന് ഷഹീദാകാണ്. ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. യർമൂക്ക് യുദ്ധത്തിന്റെ അവസാനം കൂട്ടത്തിൽ മരിക്കാൻ കിടക്കുന്ന, മുറിവേറ്റ് കിടക്കുന്ന സഹാബാക്കൾക്ക് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടി ഒരു സഹാബി വെള്ളത്തിന്റെ തൊട്ടിയുമായി ഇങ്ങനെ വരുമ്പോ ഒരു സഹാബി മരണത്തോട് മല്ലടിച്ച് കിടക്കാൻ ആള് എന്ന് പറഞ്ഞപ്പോ ആ സഹാബിയുടെ നേർക്കുനേരെ ഈ വെള്ളം കൊണ്ട് ചെന്ന് അയാളുടെ വായിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ നേരം പെട്ടെന്ന് തൊട്ടപ്പുറത്ത് കടന്നിരുന്ന ഒരു സഹാബി എന്ന് പറഞ്ഞു. ഈ സഹാബി അങ്ങോട്ട് കൊടുക്കാൻ ആംഗ്യം കാണിച്ചു. രണ്ടാമത്തെ സഹാബിയുടെ അടുക്കലേക്ക് വെള്ളം എത്തിയപ്പോ തൊട്ടപ്പുറത്ത് നിന്ന് വേറൊരു ശബ്ദം എന്ന് കേട്ടു. ഈ സഹാബി അപ്പുറത്തേക്ക് കൊടുക്കാൻ പറഞ്ഞു. മൂന്നാമത്തെ ആളടുക്കലേക്ക് എത്തിയപ്പോഴേക്ക് അയാൾ ഷഹീദായി, വഫാത്തായി. തിരിച്ച് രണ്ടാമത്തെ ആളടുക്കലേക്ക് ഈ വെള്ളവുമായി വന്നപ്പോഴേക്ക് അദ്ദേഹവും ഷഹീദായി. തിരിച്ച് ഒന്നാമത് വിളിച്ച ആളടുക്കലേക്ക് ചെന്നപ്പോ അയാളും ഷഹീദായി. ഈ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ചരിത്രം പറയുമ്പോ ഈ കിടക്കുന്ന മൂന്നാളുടെ കൂട്ടത്തിൽ രണ്ടാമതായി കടന്ന് ഇങ്ങനെ എന്ന് പറഞ്ഞ ആ സഹാബിയുടെ ജീവിതം പരിശോധിച്ചാൽ, ആ സഹാബിയുടെ പേര് പരിശോധിച്ചാൽ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത് ഇക്രിമത്തുബ്നു അബീ ജഹൽ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പഴയകാല ചരിത്രം ഒന്ന് ശരിക്കെടുത്തു നോക്കിയാൽ ഒരിക്കലും അദ്ദേഹത്തിന് കിട്ടാൻ സാധ്യതയില്ലാത്തൊരു സൗഭാഗ്യമാണ് അള്ളാഹു അദ്ദേഹത്തിന് ജീവിതത്തിന്റെ അവസാന കാലത്ത് അള്ളാഹു കൊടുത്തത്. അദ്ദേഹം ഷഹീദായി സ്വർഗത്തെ സ്വപ്നം കണ്ട് സ്വർഗത്തിന്റെ മാലാഖമാര് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകുന്ന കാഴ്ച, ഇതൊക്കെ മക്കം ഫത്ഹിന്റെ പിന്നാലെ ഉണ്ടായ സംഭവങ്ങളാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു എല്ലാ നിലയിലും മക്കയെ കീഴടക്കി കൊടുത്തു. മക്കം ഫത്ഹ് സംഭവിച്ചു. മക്കയുടെ ചുറ്റുഭാഗത്തുള്ള അറേബ്യയുടെ എല്ലാ ഗോത്രങ്ങളും നാടുകളൊക്കെ ഇസ്ലാമിലേക്ക് വന്നു, മുസ്ലിമീങ്ങളായി. ആർക്കും ഒന്നും പറയാനില്ലാത്ത അവസ്ഥ. പക്ഷെ അപ്പോഴും എതിർത്തിരുന്ന രണ്ട് ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. തായിഫിൽ ഹവാസിൻ എന്ന് പറയുന്ന ഒരു ഗോത്രം, അതുപോലെ സഖീഫ് ഗോത്രം. ഹുനൈൻ യുദ്ധം കേട്ടിട്ടില്ല നിങ്ങൾ? ഹുനൈൻ യുദ്ധം അത് ഈ രണ്ട് ഗോത്രങ്ങൾക്കെതിരെയാണെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. മക്കം ഫത്ഹ് കഴിഞ്ഞ് തിരിച്ചു മടങ്ങുന്ന സമയം ഈ നാട്ടിലേക്ക് ദീനിന്റെ ദാവത്തുമായി ചെന്നു. ഇസ്ലാം സ്വീകരിക്കാൻ അവരോട് കൽപ്പിച്ചു, അവർ തയ്യാറായില്ല.
അവര് 4000 വരുന്ന സൈന്യങ്ങളെ കൂട്ടിയിട്ട് മുസ്ലിമീങ്ങളെ എതിരിടാൻ വേണ്ടിയിട്ട് അവർ കോപ്പുകൂട്ടി നോക്കുമ്പോ ഹുനൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇരു സൈന്യങ്ങളും നേർക്കുനേരെ വന്നു. ഒരു ഭാഗത്ത് ഹവാസിൻ അതുപോലെ സഖീഫ് ഗോത്രങ്ങളിലെ 4000 പേരടങ്ങുന്ന സൈന്യം. അതിൽ ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, കുട്ടികളുണ്ട്, വലിയവരുണ്ട്, ചെറിയവരുണ്ട്, എല്ലാം കൂടി കൂട്ടിയിട്ടാണാകെ 4000. തൊട്ടുപുറത്ത് മുസ്ലിം സൈന്യത്തിന്റെ എണ്ണം ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും 12,000 ഉണ്ട്. എത്ര? 12,000 എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ 3 ഇരട്ടി എണ്ണം വരുന്ന സംഘമാണ് മുസ്ലിം സൈന്യത്തിലുണ്ടായിരുന്നത്. പക്ഷേ ഹുനൈനിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, വലഖദ് നസറകുമുല്ലാഹു ഫീ മവാത്തിന കസീറത്തിൻ വയൗമ ഹുനൈൻ. ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് യുദ്ധങ്ങളിൽ, ഒരുപാട് സ്ഥലത്ത് വെച്ച് അള്ളാഹു നിങ്ങളെ വല്ലാതെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകം പറഞ്ഞു, ഹുനൈനിന്റെ ദിവസവും നിങ്ങൾ അള്ളാഹു സഹായിച്ചു. ഹുനൈനിന്റെ ദിവസവും അള്ളാഹു നിങ്ങളെ സഹായിച്ചു. പക്ഷേ ആ യുദ്ധത്തിന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, ആ യുദ്ധത്തിന്റെ ആദ്യഘട്ടം മുസ്ലിമീങ്ങളൊന്ന് പതറി, പിന്തിരിഞ്ഞോടി. എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് 4000 ഉള്ളൂ, പക്ഷെ ഇപ്പുറത്ത് എത്ര ഉണ്ട്? മുസ്ലിമീങ്ങൾ 12,000 ഉണ്ട്. ബദറിന്റെ നേരെ വിപരീതം. ബദറിൽ സഹാബാക്കൾ 313 ആണെങ്കിൽ അപ്പുറത്ത് ഖുറൈശികൾ എത്രയുണ്ട്? ആയിരക്കണക്കിനുണ്ട് അല്ലേ? ഈ ഖുറൈശികൾ മുഴുവൻ ഒന്നടങ്കം അവിടെ പരാജയപ്പെട്ട ചരിത്രമൊക്കെയാണ് മുസ്ലിമീങ്ങൾ അതുവരെ കേട്ടതും അനുഭവിച്ചതൊക്കെ. അതുകൊണ്ട് ആ കൂട്ടത്തിൽ പുതുമുസ്ലിമീങ്ങളായ ആളുകൾ ഒരുപാടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ 12,000ന്റെ കൂട്ടത്തിൽ ഈ മക്കം ഫതോടുകൂടി മുസ്ലിമായ കുറെ പുതുമുസ്ലിമീങ്ങൾ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഈ മുസ്ലിം സൈന്യത്തിന്റെ എണ്ണത്തിന്റെ ആധിക്യം കണ്ടിട്ടിങ്ങനെ മനസ്സിലൊരു ത്വര എന്ന് പറഞ്ഞാൽ ഒരു ചിന്ത, ഈ 4000 വരുന്ന ഈ ഹവാസിൻ അല്ലെങ്കിൽ ഈ സഖീഫ് പറയുന്ന ഗോത്രങ്ങളൊക്കെ നിഷ്പ്രയാസം ഇന്ന് കീഴടക്കും. ഇതൊരു പണിയുള്ള കേസല്ല എന്നൊക്കെ അവർ വിചാരിച്ചു. കാരണം ബദറിൽ വരെ 313 കൊണ്ട് 1000 മലർത്തിയടിച്ച അള്ളാഹ് അല്ലേ. അതുകൊണ്ട് ഇപ്പുറത്ത് ഇന്ന് നമ്മൾ എത്ര ഉണ്ട്? 12,000 ഉണ്ട്. അപ്പുറത്ത് എത്ര ഉള്ളൂ? 4000 ഉള്ളൂ. ഇതൊക്കെ വളരെ എളുപ്പത്തിൽ കീഴടങ്ങുമെന്ന് കരുതി സഹാബാക്കൾ യുദ്ധം തുടങ്ങി. യുദ്ധം തുടങ്ങി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. 12,000-ൽ 11,900 പിന്തിരിഞ്ഞോടി. 11,900 പിന്തിരിഞ്ഞോടി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടങ്ങുന്ന പ്രധാനപ്പെട്ട സഹാബാക്കൾ അടങ്ങുന്ന കേവലം 100 പേര് മാത്രമാണ് അന്ന് യുദ്ധക്കളത്തിൽ പിടിച്ചു നിന്നത്. അല്ലാത്തവരൊക്കെ ഓടി. ഈ 4000ന്റെ അടുക്കൽ നിന്ന് അപ്രതീക്ഷിതമായ ആക്രമണം നേരിട്ടപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ജീവനും കൊണ്ട് ഓടി. അല്ലാഹ് പറയും, ഇത് അഅജബത്കും കസ്റതുകും ഫലം ഷൈഅ. അന്ന് നിങ്ങളുടെ എണ്ണത്തിന്റെ ആധിക്യം, നിങ്ങളുടെ എണ്ണപ്പെരുപ്പം നിങ്ങളെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അതുവരെ ഏത് യുദ്ധം വന്നാലും, ഏത് പ്രതിസന്ധി വന്നാലും അള്ളാഹുവിലേക്ക് മാത്രമായിരുന്നു നിങ്ങളുടെ ഹൃദയത്തിന്റെ ചിന്ത, നിങ്ങളുടെ നോട്ടം, നിങ്ങളുടെ ദുആ. പക്ഷേ ഹുനൈൻ വന്നപ്പോ നിങ്ങളിൽ ചില ആളുകളുടെ ഹൃദയത്തിന്റെ നോട്ടം എവിടേക്ക് പോയി? നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകളുടെ തലയെണ്ണലിലേക്ക് പോയി. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നി, ഞങ്ങൾ 12,000 ഉണ്ട്, ഈ 4000ത്തിനെ മറികടക്കാന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമല്ല, വിഷയേ അല്ല എന്നവർക്ക് തോന്നി. അള്ളാഹ് പറയണം, നിങ്ങളെ ഞാൻ എന്ത് ചെയ്തു? ഒന്ന് പരിഭ്രാന്തിയിലാക്കി. 11,900 ഓടി എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകപ്പുറത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി, അന നബിയ്യു ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാനാണ് നബി, ഞാൻ പറയുന്നത് കള്ളമല്ല, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാളൂരി പിടിച്ചിങ്ങനെ ശത്രുക്കൾക്കെതിരെ നെഞ്ചുവിരിച്ച് നിന്നപ്പോ കൂട്ടത്തിൽ ഏകദേശം 99-100 പേര് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. എല്ലാം തിരിഞ്ഞോടി. പക്ഷെ അള്ളാന്റെ റസൂല് ഉറച്ചു നിന്നു. സഹാബാക്കൾക്ക് ധൈര്യം പകരാൻ വേണ്ടിയിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞ വാക്കുകളാണ്, അന നബിയു ലാ കദിബ്, ഞാൻ തന്നെയാണ് നബി, ഈ പറയുന്നത് ഒരു കള്ളമല്ല. അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ പുത്രനാണ്, പൗത്രനാണ്, പേരക്കുട്ടിയാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് കേട്ടപ്പോ ഈ 100 പേർക്ക് ആവേശം വിരട്ടി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സഹായത്തിനായി അള്ളാഹു ആകാശത്തു നിന്ന് മലക്കുകളെ ഇറക്കി. ചരിത്രത്തിൽ കാണാൻ കഴിയും, ഈ 100 പേരെ കൊണ്ടാണ് പിന്നെയുള്ള 4000 വരുന്ന ശത്രുക്കളുടെ സംഘത്തെ അള്ളാഹു പരാജയപ്പെടുത്തിയത്. അതോടുകൂടി ആ പരാജയപ്പെടുത്തലോടുകൂടി ഹുനൈനും കീഴടങ്ങി, ഹവാസിനും കീഴടങ്ങി, സഖീഫും കീഴടങ്ങി, തായിഫ് ഒന്നടങ്കം കീഴടങ്ങി. അന്നത്തെ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ എതിർക്കാൻ ആരുമില്ലാത്ത വിധം ഇസ്ലാമിന്റെ ഇസ്സത്തിനെ അള്ളാഹു ഉയർത്തിപ്പിടിച്ചു, അള്ളാഹു ഇസ്സത്തിലാക്കി. ആ വിജയം കൊണ്ടാണ് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും മദീനയിലേക്ക് തിരിച്ചു നടക്കുന്നത്. ഇത് ഏത് വർഷം നടന്നത്?
ഏത് വർഷമാണത്? ഹിജ്റ 8-ാമത്തെ വർഷം. ഹിജ്റ 8-ാമത്തെ വർഷമാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു ആയത്തിറക്കിയത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ത്, വമ്പിച്ച വിജയം, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം നബിയെ താങ്കൾക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ, വറഅയ്ത الناس يدخلون في دين الله أفواجا, ജനങ്ങളൊക്കെ കൂട്ടം കൂട്ടമായി അള്ളാഹുവിന്റെ ദീനിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ച താങ്കൾ കാണുകയും ചെയ്താൽ, സ്വമേധയാ നിർബന്ധിതരായി ഏത് നിലക്കാണെങ്കിലും ഇസ്ലാമിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി വരുന്ന കാഴ്ച തങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ അള്ളാഹു കാണിപ്പിച്ചതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ സംഭവത്തെ, ഈ വിജയത്തെ, അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയ ഈ സഹായത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ സൂറത്തിന്റെ ആദ്യത്തെ 2 ആയത്തുകൾ അള്ളാഹു ഇറക്കിയത്. ഈ വിജയം കിട്ടിക്കഴിഞ്ഞാൽ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറയുന്ന ആയത്ത് ഏതാണ്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ, നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കണം, അള്ളാഹുവിനെ പ്രകീർത്തിക്കണം, തസ്ബീഹ് പറയണം, തഹ്മീദ് പറയണം, അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങണം, അള്ളാഹുവിലേക്ക് തൗബ ചെയ്യണം എന്ന് അള്ളാഹു പറഞ്ഞു. ആ പറഞ്ഞ വാക്കിന്റെ ഉദ്ദേശം എന്താണ്? നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇനി നിങ്ങൾക്ക് ഈ ദുനിയാവിൽ ആയുസ് ഒരുപാട് ബാക്കിയില്ല, നിങ്ങളുടെ വഫാത്തിന്റെ സമയം അടുത്തിട്ടുണ്ട് എന്ന സൂചനയും കൂടിയാണ് അള്ളാഹു 3-ാമത്തെ ആയത്തിലൂടെ ഇറക്കുന്നത്. അതിനുശേഷം നമുക്ക് കാണാൻ കഴിയും ഹിജ്റ 9-ാമത്തെ വർഷം കഴിഞ്ഞു. 10-ാമത്തെ വർഷം ദുൽഹജ്ജ് സമയത്ത് ഹജ്ജിനായി സഹാബാക്കളെയും കൂട്ടിയിട്ട് അള്ളാന്റെ റസൂല് വന്നു. ഈ സമയത്താണ് ഈ ആയത്തിറങ്ങിയത് എന്ന് മറ്റൊരു അഭിപ്രായത്തിൽ കാണാൻ കഴിയും. ഈ ആയത്ത് അല്ലെങ്കിൽ ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗം നടത്തി, അവർക്ക് കുറെ ഉപദേശങ്ങൾ കൊടുത്തു, വസിയത്തുകൾ ചെയ്തു. അതിനുശേഷം ഹജ്ജത്തുൽ വദാ കൂടി കഴിഞ്ഞ് ആ മാസം തന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തിരിച്ചുപോയി. ഹിജ്റ 11-ാമത്തെ വർഷം മുഹറം ആദ്യത്തെ മാസം കഴിഞ്ഞു, സഫർ 2-ാമത്തെ മാസം വന്നു, 3-ാമത്തെ മാസം റബീഉൽ അവ്വലിന്റെ തുടക്കത്തിൽ ഏകദേശം റിവായത്തുകൾ വെച്ച് നോക്കുമ്പോൾ ഒരു ഉറപ്പ് തന്നെ നമുക്ക് പറയാം, പിന്നെ റബീഉൽ അവ്വൽ 12-ാമത്തെ ദിവസത്തിന്റെ ളുഹാ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. അതുകൊണ്ട് ഇനി നമുക്ക് പറയാനുള്ളൊരു വിഷയം ഈ 3-ാമത്തെ ആയത്താണ്. 3-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞ തസ്ബീഹ്, തഹ്മീദ്, ഇസ്തിഗ്ഫാർ, ഒരു മനുഷ്യന്റെ ആയുസ്സിന്റെ അവസാനം ഏത് നിലയിലായിരിക്കണം, എന്ത് ചെയ്തിട്ടാണ് നമ്മൾ മരണത്തെ വരവേൽക്കേണ്ടത്, എന്തെല്ലാമാണ് മരണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ എന്നൊക്കെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ റസൂലിനോട് പ്രത്യേകം കൽപ്പിച്ചിട്ടുണ്ട്. അതുകൂടി ഇൻഷാ അല്ലാഹ് പറയണം. കൂട്ടത്തിൽ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് പറയണം. അത് അടുത്ത ആഴ്ച അള്ളാഹുന്റെ തീരുമാനം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ത്, എന്താ അർത്ഥം? അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായവും വിജയവും വന്നെത്തിയാൽ. വറഅയ്ത الناس يدخلون في دين الله أفواجا, ജനങ്ങളെ കൂട്ടം കൂട്ടമായി അള്ളാഹുവിന്റെ ദീനിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ച താങ്കൾ കാണുകയും ചെയ്താൽ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർ, അള്ളാഹുവിനെ നിങ്ങൾ തസ്ബീഹ് ചൊല്ലണം, അള്ളാഹുവിനെ തഹ്മീദ് പറയണം, അള്ളാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്യണം. ഇന്നഹു കാന തവ്വാബ, തീർച്ചയായും അള്ളാഹു പശ്ചാത്തപിക്കുന്നവരുടെ പശ്ചാത്താപത്തെ നന്നായി സ്വീകരിക്കുന്നവനും കബൂലാക്കുന്നവനുമാണ്. ഈ സൂറത്തിന്റെ ബാഹ്യമായ അർത്ഥമാണ് ഇങ്ങനെയാണ്. ഉദ്ദേശം ഈ പറഞ്ഞ മാതിരി മക്കം ഫത്ഹും അതുമായി ബന്ധപ്പെട്ട വിജയങ്ങളും അള്ളാഹുവിന്റെ സഹായവുമാണ്. അതിനുശേഷം അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ഒരുക്കങ്ങളും വഫാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിൽ നിന്ന് നമുക്ക് പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കാനുള്ള കാര്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ നിലയിലും നമ്മുടെ ഈ പറച്ചിലിനെയും കേൾക്കലിനെയും സ്വീകരിക്കുമാറാകട്ടെ. എന്തെങ്കിലും അബദ്ധങ്ങളും പിഴവുകളും സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ അള്ളാഹു എന്റെ മഹ്ദ് ഫദ്ൽ കൊണ്ട് മാപ്പാക്കി തരുമാറാകട്ടെ. ദുആ ചെയ്യലേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദി വബാരിക് വസല്ലിം അലൈഹി. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا معنا ولا منا شقيا ولا مطرودا ولا محروما. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. يا الله പടച്ചോനെ കരുണയുള്ള അല്ലാഹ്, അർഹമുറാഹിമായ അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ സാധുക്കളായ അടിമകളാണ് പടച്ചോനെ. ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്.
ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള മുഴുവൻ പാപങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ്. എല്ലാ പിഴവുകളും നീ മാപ്പാക്കി തരണേ അല്ലാഹ്. എല്ലാ കുറവുകളും നീ നികത്തി തരണേ പടച്ചോനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ നീ കബൂലാക്കണേ അല്ലാഹ്. എല്ലാ നിലയിലും നീ സ്വീകരിക്കണേ പടച്ചോനെ. അല്ലാഹുവേ, ഈ ഇരുത്തവും ഈ പറച്ചിലും ഈ കേൾക്കലും കാരണമായിട്ട് ഞങ്ങൾക്ക് നിന്റെ സ്വർഗം നീ തരണേ അല്ലാഹ്. നിന്റെ റഹ്മത്തിലേക്ക് ഞങ്ങളെ നീ അടുപ്പിക്കണേ പടച്ചോനെ. അല്ലാഹുവേ, നിന്റെ റഹ്മത്തിൽ നീ ഒരിക്കലും ഞങ്ങളെ ദൂരാക്കി കളയരുത് പടച്ചോനെ. ഞങ്ങളെ നീ ദൂരാക്കിയാൽ ഞങ്ങളെ ചേർത്ത് പിടിക്കാൻ ഞങ്ങൾക്ക് വേറൊരു റബ്ബ് ഇല്ല പടച്ചോനെ. നീയല്ലാതെ വേറൊരു ഇലാഹ് ഞങ്ങൾക്കില്ലല്ലോ. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ പടച്ചോനെ. ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ ഇഖ്ലാസ് തരണേ പടച്ചോനെ. പരിപൂർണമായ ഇഖ്ലാസ് തരണേ പടച്ചോനെ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ അമലുകളിലും നിന്റെ വജ്ഹിനെ മാത്രം പ്രതീക്ഷിക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. എന്തെങ്കിലും കുറവുകളും പാകപ്പിഴവുകളും സംഭവിച്ചു പോകുന്നുണ്ടെങ്കിൽ നിന്റെ മഹ്ബ ഫദ്ലുകൊണ്ട് ഞങ്ങൾക്ക് നീ മാപ്പാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന അബദ്ധങ്ങൾ ഒരിക്കലും നീ ആഖിറത്തിലേക്ക് മാറ്റി വെക്കല്ലേ പടച്ചോനെ. അല്ലാഹുവേ, ഈ ദുനിയാവിൽ വെച്ച് തന്നെ ഞങ്ങൾക്ക് നീ മാപ്പാക്കി തന്ന് അല്ലാഹുവേ, പരിശുദ്ധമായ നല്ല ജീവിതത്തോടുകൂടി നല്ല മനസ്സോടുകൂടി നല്ല ഈമാനിലായി നിന്നിലേക്ക് തിരിച്ചു വരാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ പടച്ചോനെ. അല്ലാഹുവേ, അവരെ നീ കബൂലാക്കണേ പടച്ചോനെ. അല്ലാഹുവേ, അവരിൽ നിന്ന് രോഗികളായി പ്രയാസപ്പെട്ട് കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് പടച്ചോനെ. അവരുടെ രോഗങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ആജിലായ മുസ്തമിറായ ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, രോഗം നൽകുന്നവൻ നീയാണ്. അതിന്റെ ശിഫയും നിന്റെ കയ്യിലാണ് പടച്ചോനെ. ഞങ്ങളുടെ ഉമ്മവാപ്പമാരുടെ രോഗങ്ങൾ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ത്വാഅത്തിലായിട്ടുള്ള ദീർഘായുസ്സും സിഹത്തും ആഫിയത്തും അവർക്ക് നൽകണേ പടച്ചോനെ. അല്ലാഹുവേ, അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഒരുപാടുണ്ട് പടച്ചോനെ. അവരുടെ ബർസഖിയായ ജീവിതം അവർക്ക് റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കണേ പടച്ചോനെ. അവർക്ക് നീ നല്ല സഹായിയാകണേ അല്ലാഹ്. അവരവരുടെ ബർസഖിയായ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ പരീക്ഷണങ്ങളിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പടച്ചോനെ, മക്കളായ ഞങ്ങളുടെ ഈ ദുആ കാരണമായി അവർക്ക് സമാധാനവും സന്തോഷവും കൊടുക്കണേ പടച്ചോനെ. എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ ഭാര്യമാരെ, ഞങ്ങളുടെ മക്കളെയൊക്കെ നീ കബൂലാക്കണേ പടച്ചോനെ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങൾക്ക് റാഹത്തും സമാധാനവും കൊണ്ട പടച്ചോനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നല്ല ഭദ്രതയുള്ള കുടുംബം തരണേ പടച്ചോനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ റാഹത്തും സമാധാനവും തരണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ കൊണ്ട് ഞങ്ങളുടെ കൺ കുളിർപ്പിക്കണേ പടച്ചോനെ. അല്ലാഹുവേ, സങ്കടപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന, ബേജാറാക്കുന്ന എല്ലാവിധ ഫിത്നകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. പടച്ചോനെ, ദുനിയാവിന്റെ എല്ലാ കുടുസുകളിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ പടച്ചോനെ. അല്ലാഹു, ഞങ്ങളെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ കുടുംബക്കാരെ, ബന്ധക്കാരെ, അയൽവാസികളെ, ഞങ്ങളുടെ നാട്ടുകാരെ എല്ലാവരെയും നീ കബൂലാക്കണേ പടച്ചോനെ. എല്ലാവിധ ഖൈറും ബറക്കത്തും എല്ലാവർക്കും കൊടുക്കണേ പടച്ചോനെ. എല്ലാവരും നീ ഇജ്ജത്തിലാക്കണേ അല്ലാഹ്. എല്ലാവിധ ദില്ലത്തുകളിൽ നിന്നും കാക്കണേ പടച്ചോനെ. അല്ലാഹു, എല്ലാവർക്കും എല്ലാവിധ ഖൈറിന്റെ വാതിലുകളും നീ തുറന്നു കൊടുക്കണേ പടച്ചോനെ. എല്ലാവരും നീ കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പ്രത്യേകിച്ച് ഈ നാടിനെയും നാട്ടുകാരെയും നീ കബൂലാക്കണേ പടച്ചോനെ. ഈ പള്ളിയെയും പള്ളിയുമായി ബന്ധപ്പെട്ടവരെ നീ കബൂലാക്കണേ പടച്ചോനെ. ഈ പള്ളിയുമായി സഹകരിക്കുന്നവരെ, പള്ളിയെ സ്നേഹിക്കുന്നവരെ, സഹായിക്കുന്നവരെ എല്ലാ അർത്ഥത്തിലും നീ കബൂലാക്കണേ പടച്ചോനെ. അല്ലാഹു, ഈ പള്ളിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ഒരുപാട് സാധുക്കളുണ്ട് പടച്ചോനെ. സാധാരണക്കാരുണ്ട് പടച്ചോനെ, ചെറുപ്പക്കാരുണ്ട് പടച്ചോനെ. അല്ലാഹുവേ, അവർ ഈ പള്ളിയുടെ ഫിക്റിലായി ഓടി നടക്കുന്നവരാണ് പടച്ചോനെ. അല്ലാഹുവേ, അവരുടെ അധ്വാനങ്ങളെ നീ പാഴാക്കല്ലേ പടച്ചോനെ. കബൂലാക്കണേ അല്ലാഹ്. അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും അതിന്റെ നേട്ടം കൊടുക്കണേ പടച്ചോനെ. അല്ലാഹുവേ, അവരെ നീ കബൂലാക്കണേ അല്ലാഹ്. ഏതെല്ലാം തരത്തിൽ ഈ പള്ളിയെ സ്നേഹിക്കുന്നവരുണ്ടോ, ഇഷ്ടപ്പെടുന്നവരുണ്ടോ, പിന്തുണക്കുന്നവരുണ്ടോ, എല്ലാവരെയും നീ കബൂലാക്കണേ പടച്ചോനെ. ആരെയും നീ പാഴാക്കല്ലേ പടച്ചോനെ. എല്ലാവർക്കും എല്ലാവിധ ഖൈറുകളും നീ തുറന്നു തരണേ പടച്ചോനെ. അല്ലാഹുവേ, ഈ പള്ളിയെ ദീനിന്റെ മർക്കസാക്കി നീ മാറ്റണേ അല്ലാഹ്. ഹിദായത്തിന്റെ മർക്കസാക്കി മാറ്റണേ പടച്ചോനെ. എല്ലാവിധ ഖൈറും ബർക്കത്തും തരണേ പടച്ചോനെ. അല്ലാഹുവേ, എല്ലാവിധ
ദുഷിപ്പുകളിൽ നിന്നും മോശത്തരങ്ങളിൽ നിന്നും എല്ലാവിധ ഷർറുകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും ഈ നാടിനെയും നാട്ടുകാരെയും ഈ പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. എല്ലാവിധ ഖൈറിന്റെ വാതിലുകളും നീ തുറന്നു തന്നെ പടച്ചോനെ. മുസ്ലിം ഉമ്മത്തിനെ നീ കാക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥകൾ അല്ലാഹുവേ പലയിടത്തും പല രീതിയിലും പ്രയാസത്തിലും ബുദ്ധിമുട്ടിലായി കഴിയുന്നവരുണ്ട് പടച്ചോനെ. അകാരണമായി ജയിലറകളിൽ അടക്കപ്പെട്ടവരുണ്ട് പടച്ചോനെ. ഞങ്ങളെ സഹോദരങ്ങൾ ഒരുപാടുണ്ട് പടച്ചോനെ. ചെയ്ത കുറ്റം എന്താണെന്നറിയാതെ അല്ലാഹുവേ നിരപരാധികളായി കഴിയുന്ന സാധുക്കളും പാവങ്ങളും ഉണ്ട് പടച്ചോനെ. അല്ലാഹുവേ അവർ കുടുങ്ങിയതിന്റെ പേരിൽ പ്രയാസപ്പെട്ട് ദുഃഖത്തോടുകൂടി കഴിയുന്നവരുടെ കുടുംബങ്ങളുണ്ട് പടച്ചോനെ. എല്ലാവരുടെ കാര്യത്തിലും നീ ഖൈറായ തീരുമാനങ്ങൾ എടുത്തു തരണേ അല്ലാഹ്. അല്ലാഹു ഇസ്ലാമിന്റെയും മുസ്ലിമിന്റെയും ഇസ്സത്തിനെ നീ മടക്കി തരണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങൾക്ക് നീ ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ശത്രുക്കളുടെ എല്ലാവിധ ശത്രുതകളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. എല്ലാവിധ കുതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അല്ലാഹു ശത്രുക്കളുടെ ശത്രുതയെ അവരുടെ കുതന്ത്രങ്ങളെ അവരിലേക്ക് തന്നെ നീ മടക്കണേ പടച്ചോനെ. അല്ലാഹു എല്ലാവിധത്തിലും ഞങ്ങൾക്ക് നീ ഹിഫാദത്ത് നൽകണേ പടച്ചോനെ. ഞങ്ങളുടെ മരണം ഏറ്റവും നല്ല അവസ്ഥയിലാക്കി താ അല്ലാഹ്. ഷഹാദത്ത് കലിമ ചൊല്ലി ഞങ്ങളെ നീ മരിപ്പിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ബർസഖ് ഞങ്ങൾക്ക് നീ റാഹത്തിലാക്കി താ അല്ലാഹ്. ഞങ്ങളുടെ ആഖിറ നീ സലാമത്തിലാക്കി താ അല്ലാഹ്. ഹിസാബ് എളുപ്പാക്കി തരണേ പടച്ചോനെ. എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗത്തിൽ സന്തോഷത്തോടുകൂടി കഴിയാനുള്ള ഭാഗ്യം തരണേ പടച്ചോനെ. നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ ദൂരെയാക്കണേ അല്ലാഹ്. നരകം കാണേണ്ടി വരുന്ന അവസ്ഥ പോലും ഞങ്ങൾക്ക് നീ തരലേ പടച്ചോനെ. അല്ലാഹുവേ ഞങ്ങളിൽ ഒരുപാട് പേര് രോഗികൾ, അവരുടെ രോഗങ്ങൾ നീ മാറ്റിത്താ അല്ലാഹ്. ആജിലായ സാധുക്കളുണ്ട് പടച്ചോനെ. അല്ലാഹു എല്ലാം നീ അറിയുന്നവനാണ് പടച്ചോനെ. അല്ലാഹുവേ എല്ലാവരുടെ ആവശ്യങ്ങളും അല്ലാഹുവേ സാമ്പത്തികമായി ശാരീരികമായി മാനസികമായി പല രീതിയിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് പടച്ചോനെ. ദുആ കൊണ്ട് പ്രത്യേകം വസിയത്ത് ചെയ്തവർ അല്ലാഹുവേ പേരെടുത്ത് പറഞ്ഞവരും പറയാത്തവരുണ്ട് പടച്ചോനെ. അല്ലാഹുവേ എല്ലാവരുടെ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ വിവാഹപ്രായമെത്തിയ യുവതി യുവാക്കൾക്ക് നല്ല അനുയോജ്യരായ ഇണകളെ നൽകി നല്ല സംതൃപ്തമായ കുടുംബത്തിന് നീ തൗഫീഖ് നസീബാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ ദുആകളെയും നിന്റെ മഹ്ബൂബ് ഫദ്ൽ കൊണ്ട് നീ കബൂലാക്കണേ പടച്ചോനെ. എല്ലാവിധ ഷർറുകളിൽ നിന്നും ഫിത്നകളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ പടച്ചോനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.